Hello everyone, welcome back. ഇന്ന് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിലെ ഷോർട്ട് എസ്സേസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ആദ്യം എസ്സേ എന്ന ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കി വിടേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഷോർട്ട് എസ്സേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, റൈറ്റിംഗ് സ്കിൽസ് ശ്രദ്ധിക്കണം എന്നൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഈ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓൾ അബൌട്ട് ഷോർട്ട് എസ്സേസ് ആണ്. ഷോർട്ട് എസ്സേസിനെ തന്നെ നമുക്ക് പാർട്ടായിട്ട്, അതിൻ്റെ ഔട്ട്ലൈൻ അനുസരിച്ച് നമുക്ക് അതിനെ പാർട്ടായിട്ട് തരംതിരിക്കാം. അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് പാർട്ടായിട്ട് തരംതിരിച്ചിട്ട് നമുക്ക് സമയമെടുത്ത് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ലെവലിലോട്ട് അത് പഠിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാൻ പോകുന്നത് തന്നെ ഷോർട്ട് എസ്സേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഷോർട്ട് എസ്സേസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ നോക്കുമെന്ന്. കാരണം നമുക്ക് പലതരത്തിലുള്ള, നമുക്ക് ഏത് എസ്സേസ് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു അക്കാഡമിക് ലെവലിൽ എഴുതുന്ന എസ്സേ, ആ ഒരു ടൈപ്പ് സാധനം തന്നെ നമുക്ക് ഇവിടെ എഴുതാം. നമ്മൾ ഈ IELTS എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവർക്ക്, IELTS എക്സാം എഴുതുന്നവർക്ക് ഒക്കെ എഴുതുന്ന ആ ഒരു ടൈപ്പ് സാധനം തന്നെ ഇവിടെ എഴുതാം. കാരണം ഇത് ഷോർട്ട് എസ്സേ ആണ്. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി ചിന്തിക്കേണ്ട കുറച്ച് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എസ്സേ ആസ് എ ജനറൽ തിങ് നമ്മൾ ചിന്തിക്കേണ്ടത്, എസ്സേക്ക് എപ്പോഴും നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ എഴുതുന്ന ഒരു കാര്യമാണ്. ഇവിടെ എപ്പോഴും നമ്മുടെ പെർസ്പെക്റ്റീവാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ വ്യൂ പോയിന്റ് അല്ലേ. എസ്സേക്ക് എപ്പോഴും എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, എഴുതുന്ന ആളിൻ്റെ വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ യോർ ഓൺ വ്യൂ പോയിന്റ് ആണ് എസ്സേ. എപ്പോഴും നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിലാണ് എഴുതുന്നത്. മാത്രമല്ല യോർ ഓൺ ഐഡിയാസ് ആണ് അല്ലേ, യോർ ഓൺ ഐഡിയാസ്. നമ്മൾ പ്രേസിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട്, നമ്മൾ എപ്പോഴും പറയും പ്രേസി ആകുമ്പോൾ ഓതറിൻ്റെ ഐഡിയ ആണ്, നമ്മൾ നമ്മുടെ വേർഡ്സിൽ എഴുതുന്നു അല്ലേ. വ്യൂ പോയിന്റ് നമ്മുടെ ഇത് ഓതറിൻ്റെ ഇതിൽ എഴുതുന്നു, നമ്മുടെ വേർഡ്സ്, നമ്മുടെ ഐഡിയാസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. സ്വന്തം വേർഡ്സിൽ നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ് എസ്സേയിലൊക്കെ പ്രത്യേകത. പിന്നെ ഈ ഷോർട്ട് എസ്സേ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ശ്രദ്ധ വേണ്ട ഭാഗം എന്ന് വെച്ചാൽ വൊക്കാബുലറി ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ വൊക്കാബുലറിൻ്റെ എന്താ പറയുക, പ്രാക്ടിക്കൽ ലെവലിൽ വൊക്കാബുലറി ഉപയോഗിക്കേണ്ട ഒരു മേഖലയാണ് ഷോർട്ട് എസ്സേ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അത്യാവശ്യം വൊക്കാബുലറി, നമുക്ക് കുറച്ച് വേർഡ് പവർ ഉണ്ടായിരിക്കണം. വേർഡ്സ് കുറച്ച് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണം. ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കേണ്ടതായ കുറച്ച് വേർഡ്സ് ഇതിൽ വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നല്ല എന്താ പറയുക, നല്ലൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാമർ, നമുക്കിവിടെ തെറ്റ് വരുത്താൻ പറ്റില്ല. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന ഗ്രാമർ പോർഷൻസ് ഉണ്ടല്ലോ, ആ ഗ്രാമർ പോർഷൻസ് നല്ല കൃത്യമായിട്ട് തെറ്റ് വരുത്താതെ ഇവിടെ നമ്മൾ എഴുതി വെക്കണം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ഐഡിയാസിനെ അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. കണ്ടന്റ് അല്ല ഇമ്പോർട്ടൻസ് എപ്പോഴും. ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ ഒരിക്കലും കണ്ടന്റ് അല്ല ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് അറിയാവുന്ന പോയിന്റ്സ്, അറിയാവുന്ന എല്ലാം കൂടെ എഴുതി വെക്കുക, ബക്കറ്റ് അടക്കം എഴുതി വെക്കുക എന്നുള്ളതല്ല. അറിയാവുന്ന 1-2 പോയിന്റ്സ് ഉണ്ട്, ആ പോയിന്റ്സ് നമ്മൾ നല്ല വൃത്തിയായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഷോർട്ട് എസ്സേ പോലെയുള്ള ടോപ്പിക്കുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത്. ഇനി ഷോർട്ട് എസ്സേ പറ്റി എടുത്ത് പറയേണ്ട, അല്ലെങ്കിൽ നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, നമ്മൾ പല എക്സാമുകൾക്കും, ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകൾക്ക് കേട്ടോ, ഞാൻ ഉദ്ദേശിക്കുന്നത് പല എക്സാമുകൾക്ക്, ഇവിടെ എസ്പെഷ്യലി നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പോലുള്ള എക്സാമുകൾക്ക് ടോപ്പിക്ക് നമ്മൾ കുറച്ചുകൂടി പ്രയറായിട്ട് നോക്കി ചിന്തിച്ചോണം. കാരണം വെച്ചാൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരാം, ഫിലോസഫിക്കൽ ടോപ്പിക്കുകൾ വരാം. അതിൻ്റെ ഇടയ്ക്ക് കൂടുതലായിട്ട് എപ്പോഴും വരുന്നത് എന്താ വെച്ചാൽ, മെയിനായിട്ട് കറണ്ട് റിലേറ്റഡ് ആയ ഇഷ്യൂസ്, റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് എപ്പോഴാണോ വരുന്നത്, അതിനെ സംബന്ധിച്ചുള്ള ഇതായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. ഞാൻ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എസ്സേ എസ്സേ ഭാഗം ചോദിച്ചത് കാണിച്ചു തരാം. അതിനെപ്പറ്റി ഒക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും, എന്തൊക്കെയാണ് നമ്മളോട് ചോദിച്ചത്, കഴിഞ്ഞ തവണ ചോദിച്ചതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു എന്തൊക്കെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ്റെ ഒരു അവസാന ഭാഗമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ചോദിക്കാം നിങ്ങളെ. നമുക്കിപ്പോൾ അറിയേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ അറിയേണ്ടത് എന്നാ വെച്ചാൽ, ഷോർട്ട് എസ്സേ ആസ് എ ഹോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയാം എസ്സേയിലോട്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് എസ്സേയിലോട്ട് വരാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതിനെ കവിഞ്ഞ് നമുക്ക് എസ്സേ പല ടൈപ്സ് ആയിട്ട് തരംതിരിക്കാറുണ്ട്. അക്കാഡമിക്കലി നമ്മൾ സ്പീക്കിംഗ് എസ്സേ പലതരത്തിൽ നമുക്ക് കാണാൻ പറ്റും. നറേറ്റീവ് എസ്സേസ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബനാനാസ് ആൻഡ് ആപ്പിൾ അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞു തന്നില്ലേ,
അത് നമുക്കൊരു എസ്സേ ആയിട്ട് എഴുതാം. കാര്യം അതൊരു ഡിസ്ക്രിപ്റ്റീവ് എസ്സേ. ഇപ്പോൾ ബനാനയെ പറ്റി ഒരു എസ്സേ എഴുതാം. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കോമ്പോസിഷൻ പഠിക്കില്ലേ, അതുപോലെ ആപ്പിളിനെ പറ്റിയൊരു കോമ്പോസിഷൻ, ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയൊരു എഴുതുക എന്ന് പറഞ്ഞ് ഷോർട്ട് എസ്സേ നമുക്ക് ചെയ്യിപ്പിക്കാം. അത് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ആണ്. നെറേറ്റീവ് എസ്സേ ഉണ്ട്. നമ്മൾ നടന്നൊരു കാര്യത്തെപ്പറ്റി വ്യാഖ്യാനിച്ച് ഒരു കഥാരൂപത്തിൽ എഴുതുന്നതിനെ നറേറ്റീവ് എസ്സേ എന്ന് പറയും. അടുത്തത് അനലിറ്റിക്കൽ എസ്സേ ഉണ്ട്, ആർഗ്യുമെന്റേറ്റീവ് എസ്സേ ഉണ്ട്. ഈ രണ്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടി വരുന്നത്. ബാക്കി 2 എസ്സേസ് നമ്മൾ എന്തിൽ ഉപയോഗിക്കാറില്ല? ഈ 2 എസ്സേസ് നമ്മൾ എന്തിൽ ഉപയോഗിക്കാറില്ല? നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഉപയോഗിക്കാറില്ല. നമ്മൾ ഉപയോഗിക്കുന്ന 2 തരത്തിലുള്ള എസ്സേ ആണ് അനലിറ്റിക്കൽ എസ്സേയും ആർഗ്യുമെന്റേറ്റീവ് എസ്സേയും. അനലിറ്റിക്കൽ എസ്സേ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ടോപ്പിക്ക് നമുക്ക് തരുന്ന ടോപ്പിക്കിനെ പറ്റി അനലൈസ് ചെയ്തുകൊണ്ട് അതിലെ മെറിറ്റ്സ്, അതിനെന്തെങ്കിലും മെറിറ്റ് ഗുണങ്ങളുണ്ടെങ്കിൽ ഗുണങ്ങൾ, അതിനെന്തെങ്കിലും ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീമെറിറ്റ്സ്, അതായത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഇത് കൂട്ടിക്കലർത്തി നമ്മൾ എഴുതുന്നതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ കറക്റ്റ് നമ്മൾ അനലൈസ് ചെയ്ത്, അതായത് കമ്പയർ ആൻഡ് നമ്മളവിടെ കമ്പയർ ചെയ്യും. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനെന്തെങ്കിലും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണമെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണം. കമ്പയർ ചെയ്യേണ്ടടുത്ത് കമ്പയർ ചെയ്യുക, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ട് അതായത് തൂക്കി തുലനം ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ എടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിൽ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ കൂടെ ചേർത്ത് നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ അനലിറ്റിക്കൽ എസ്സേസ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് പറയുന്നതിന് ശ്രദ്ധ വേണം. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ്, അതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചോളൂ. ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആർഗ്യുമെന്റ് ഉണ്ട് ഇതിനെപ്പറ്റി പറയാം. ഇപ്പം എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നമുക്ക് വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് ചോദിച്ച ഞങ്ങളുടെ പല ടോപ്പിക്കുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളോടൊരു എന്താ പറയുക, മീഡിയയെ പറ്റിയേ ചോദിക്കാൻ ചോദിച്ചു, ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഇൻ അവർ ഡെയിലി ലൈഫോ അങ്ങനെ എന്തെങ്കിലും, ഇന്നൊന്നും അല്ല എന്തും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ അവിടെ പറഞ്ഞിട്ടേ ഇല്ല മീഡിയ മോശമാണോ അല്ലെ മീഡിയയുടെ എഫക്റ്റ് ഭയങ്കര നല്ല രീതിയിലുണ്ട് സൊസൈറ്റിയിൽ നിന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കാം. അപ്പോൾ നമുക്ക് തോന്നുകയാണ്, ഇപ്പോൾ ഇങ്ങനെ തോന്നുമ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ് മീഡിയയെ പറ്റി, എൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് മീഡിയയെ പറ്റി ഇങ്ങനെ മോശമായ രീതിയിലാകാം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളാ എഴുതി വെക്കുക, മീഡിയയെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ എന്താണെന്നുള്ളത് എഴുതി വെക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ടോപ്പിക്കുകളിലോട്ട് വരാം നമുക്ക് അതിലോട്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതാണ് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ അല്ലെങ്കിൽ ഏതാണ് അനലിറ്റിക്കൽ എസ്സേ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ഞാൻ അത് കാണിച്ചു തരാം. ഈ ഒരു ഇതിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിലോട്ട് കുറച്ചൊരു ഐഡിയ കിട്ടും. പിന്നെ അറിയേണ്ട പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ പോലും അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എലമെന്റ് അതിൽ വരുന്നുണ്ട് കേട്ടോ. നമുക്കതിൽ കുറേയൊക്കെ ഒരു ആർഗ്യുമെന്റ് ഞാൻ പറയുകയാണെങ്കിൽ അതിൽ തന്നെ പിടിച്ച് നമ്മൾ നിൽക്കുകയില്ല. നമ്മളൊരു കാര്യം പറയുന്നത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ സ്റ്റേറ്റ്മെന്റിൽ കൂടിയാണ് ഞാൻ പോകുന്നത്, അതിൽ സംബന്ധിച്ചായിരിക്കും എൻ്റെ ഐഡിയ പോകുന്നതെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അതായത് നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടല്ലോ, ആ ദിശയിൽ പോകുന്നത്, അതിനാണ് ആർഗ്യുമെന്റ് വെച്ചിട്ട്. നിന്റെ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, സ്ട്രോങ് ആർഗ്യുമെന്റ് ഉണ്ട്, അത് നിന്റെ ഒരു ക്ലെയിം. ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഇതൊരു ക്ലെയിം ആണ് കേട്ടോ. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ക്ലെയിം ഉണ്ട്, നമുക്ക് മുന്നോട്ട് വെക്കേണ്ട അല്ലെ ആവിഷ്കരിക്കേണ്ട അല്ലെ പറയേണ്ട ഒരു ക്ലെയിം ഉണ്ട്. അതിനെയാണ് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് പറയുന്നത്. ആ ക്ലെയിമിന് ചേർന്ന് നിന്ന് അതിനോട് ചേർന്ന് നിൽക്കുന്ന സബ് പോയിന്റ്സ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വരിക, ആർഗ്യുമെന്റേറ്റീവ് എസ്സേ മുന്നോട്ട് പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാരഗ്രാഫിൽ വേണമെങ്കിൽ കുറച്ച് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും പറയാം. അതായത് ഇപ്പോൾ 4 ആയിട്ടാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എൻ്റെ ആർഗ്യുമെന്റ് 4 ആയിരിക്കും. എഗൻസ്റ്റ് ആയിട്ട്, ഈ ഒരു പോയിന്റിനോട് എഗൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ ആർഗ്യുമെന്റ് എപ്പോഴും എഗൻസ്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു പാരഗ്രാഫിൽ മാത്രം അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ആഡ് ചെയ്യും. അതായത് ചെറിയൊരു എലമെന്റ് ഓഫ് അനലിറ്റിക്കൽ കാര്യം അതിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് എസ്സേസ് ആണ് നമ്മൾ എന്തിൽ കൊടുക്കുന്നത്, നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കൊടുക്കുക. എസ്പെഷ്യലി ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ എസ്സേ ഒക്കെ വരുമ്പോൾ ഇതിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഇതിനെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് എങ്ങനെ എഴുതണം എന്നൊരു ധാരണ നമുക്ക് വേണം. അതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ഇതിലോട്ട് പോകാം. നിങ്ങൾക്കത് മനസ്സിലായല്ലോ അല്ലേ, എന്താണ് ആർഗ്യുമെന്റേറ്റീവ് എസ്സേ, എന്താണ് അനലിറ്റിക്കൽ എസ്സേ എന്നൊക്കെ മനസ്സിലാവും. ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് നറേറ്റീവ് എസ്സേക്ക് നമുക്കൊരു ഡെഫിനിഷൻ മാത്രം പറഞ്ഞു തന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളത് ഉപയോഗിക്കില്ല, അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അത് പറയണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നേ. ഡൗട്ട് ഉണ്ട് ചോദിക്കുക പ്ലീസ്. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് വരാം കേട്ടോ. കഴിഞ്ഞ 2022 ഫെബ്രുവരി 27 നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ 11:30 ആ ഒരു സമയമായപ്പോൾ തന്നപ്പോൾ, ആ ഒരു സമയം തോന്നുന്നു, അപ്പോൾ നമുക്ക് തന്നപ്പോൾ നമ്മൾ കണ്ട ടോപ്പിക്ക് ഇതായിരുന്നു. കഴിഞ്ഞതിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, സ്ട്രക്ചറിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾക്ക് ചോദിക്കുന്ന ലെവലിൽ നിന്ന് ഇത്തവണ ചോദിച്ചാൽ 10 മാർക്കിൻ്റെ പ്രീസി, 15 മാർക്കിൻ്റെ റീഡിങ് കോംപ്രിഹെൻഷൻ, അതായത് 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 15 മാർക്കിൻ്റെ, അത് തന്നെ 15 മാർക്കിൻ്റെ
അല്ല 15 അങ്ങനെയല്ല, 15 മാർക്കിൻ്റെ അല്ല 20 മാർക്കിൻ്റെ, സോറി 20 മാർക്കിൻ്റെ. കഴിഞ്ഞ ഇതിൽ ക്വസ്റ്റ്യൻ വന്നിങ്ങനെയാണ് 10 മാർക്കിൻ്റെ പ്രൈസി, 20 മാർക്കിൻ്റെ റീഡിംഗ് കോംപ്രഹെൻഷൻ. 20 മാർക്കിൻ്റെ റീഡിംഗ് കോംപ്രഹെൻഷൻ വെച്ചാൽ 10 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ വീതം വെച്ച് അങ്ങനെ ചോദിച്ചു. ആൻഡ് 30 മാർക്കിന് എസ്സേ ചോദിച്ചു, 2 എസ്സേ, 2 ഷോർട്ട് എസ്സേസ് ആണ്, അതും 150 വേർഡ്സ്, 250 വേർഡ്സ് ഒന്നും വേണ്ട, 150 വേർഡ്സിൻ്റെ എസ്സേ ചോദിച്ചത്. 15 മാർക്ക് വീതം, ഒരു എസ്സേക്ക് 15 മാർക്ക്, 2 എസ്സേ എഴുതണം, അങ്ങനെ 30 മാർക്കിൻ്റെ. അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നോക്കിയേ, ദി ഇഫക്റ്റ് ഓഫ് പാൻഡമിക് ഓൺ ദ ജുഡീഷ്യൽ പ്രോസസ്. എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ സാധാരണ 2 ക്വസ്റ്റ്യൻ വരുന്നതിൽ ഒറ്റ ക്വസ്റ്റ്യൻ ജുഡീഷ്യറി റിലേറ്റഡ് ആയിട്ട്, ലോ റിലേറ്റഡ്, ലീഗലി പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കറൻ്റ്ലി ലീഗൽ കാര്യങ്ങൾക്ക്, ലീഗൽ പ്രൊസീജിയേഴ്സിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങളെ പറ്റിയോ ഒക്കെ ആയിരിക്കും എസ്സേയിൽ ചോദിക്കുക. അത് നിർബന്ധമാണ്. അത് നിങ്ങളിവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, ജുഡീഷ്യൽ പ്രോസസ്സിൽ പാൻഡമിക്കിനെ പറ്റി ഇതിനു മുമ്പ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു. അതിനുശേഷം 2020 NCA നോട്ടിഫിക്കേഷൻ സമയത്തും പാൻഡമിക്കിനെ പറ്റി ചോദിച്ചു. ഇത്തവണയും പാൻഡമിക്കിനെ പറ്റി ചോദിച്ചായിരുന്നു, കഴിഞ്ഞ 2022. കാരണം നമുക്ക് പാൻഡമിക് കാരണം കുറച്ച് മാറ്റി വെക്കാൻ ചാൻസ് ഒക്കെ ഒന്ന്, എക്സാം കുറേ നാളെ ഞാൻ ഡിക്ലെയർ ചെയ്ത് പാൻഡമിക് ഒക്കെ ഉള്ളതുകൊണ്ട് 2022 മാറ്റി വെക്കേണ്ടി വന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ശരിക്കും 2021 ഡിസംബറിൽ നടക്കേണ്ട എക്സാമാണ്. അപ്പം അങ്ങനെ മാറ്റിയൊക്കെ വെച്ചേണ്ടി വന്നത് ഫെബ്രുവരിയിലോട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വന്നത് ഇതുകൊണ്ട് തന്നെയാണ്, പാൻഡമിക് കാരണം. അതുകൊണ്ട് തന്നെ ഇവർ ചോദിച്ച ചോദ്യം പാൻഡമിക് ജുഡീഷ്യൽ പ്രോസസ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ്. അതായത് അതിൻ്റെ എഫക്റ്റ് എത്രമാത്രം, അതായത് എത്രമാത്രം ഇത് ബാധിച്ചു എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരുന്നത്. അതുപോലെ തന്നെ ട്രയൽ ബൈ മീഡിയ എന്ന് പറയുന്നത് ജുഡീഷ്യൽ പ്രൊസീജിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ടോപ്പിക്കാണ്. അത് എന്താ പറയുക, കാലങ്ങളായിട്ട് നമ്മൾ കേട്ട് പഴകിയ ഒരു സാധനം തന്നെയാണ് ടോപ്പിക്ക്. ഇപ്പം നമ്മൾ വിമൻ എംപവർമെൻറ്റിനെ പറ്റി പറയുന്നത് പോലെ, അല്ലെങ്കിൽ കറപ്ഷൻ ഇൻ സൊസൈറ്റിയെ പറ്റി പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ മീഡിയയെ പറ്റി, സോഷ്യൽ മീഡിയയെ പറ്റിയോ അല്ലെങ്കിൽ മീഡിയയെ പറ്റി പറയുന്ന പോലെ ഉള്ള സംഗതിയാണ്. അതേപോലെ വേറൊരു ടോപ്പിക് ഉണ്ട്, കോമൺ ആയ ഒരു ടോപ്പിക്കാണ് ഹൈബ്രിഡ് ലേണിംഗ്. ട്രയൽ ബൈ മീഡിയ എന്ന് പറയുന്നത് എന്നാ വെച്ചാൽ, നമ്മൾ പറയില്ലേ പ്രസ്സിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്, പ്രസ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഓൺ ലീഗൽ ഡിസിഷൻ. ഒരു ലീഗൽ ഡിസിഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈം നടക്കുമ്പോൾ ആ ക്രൈമിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല സിനിമകളിലായിട്ട് കാണുന്നൊരു സംഗതിയാണ് അല്ലേ. എങ്ങനെയാണ് ആ ഒരു ട്രയൽ, ഇപ്പം കോടതി വിധി പറയുന്നതിന് മുമ്പ് തന്നെ അതിന് എത്രത്തോളം ലെവലിലോട്ടാണ് മീഡിയ കൊണ്ടുപോകുന്നത്, അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ലീഗൽ ഡിസിഷനെ, അതിൻ്റെ ഒരു തീരുമാനത്തിന്. അപ്പോൾ ശരിക്കും ഇവിടെ ട്രയൽ ബൈ മീഡിയ എന്ന് പറയുമ്പോൾ ശരിക്കും നടക്കുന്നത് മീഡിയ ഈസ് പ്രോസിക്യൂട്ടിങ് എന്നുള്ള രീതിയിലാണ്. മീഡിയ ആർ പ്രോസിക്യൂട്ടിങ്. before the trial by court. ട്രയൽ ബൈ കോർട്ട് എന്ന് പറയും. നമ്മൾ കോർട്ട് ട്രയൽ ചെയ്യുന്ന ഒരു സാധനത്തിന് പകരം അതിന് മുൻപേ മീഡിയ അങ്ങ് തീരുമാനം എടുക്കുകയാണ്, മീഡിയ അങ്ങ് പ്രോസിക്യൂട്ട് ചെയ്യും. പിന്നെ ഒരു പബ്ലിക് ഒപ്പീനിയൻ വരുന്നു, ഒരു ഫോറമൊക്കെ കണ്ടക്ട് ചെയ്യുന്നു, ആ ഫോറത്തിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി സംസാരിക്കുകയാണ്, ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. മീറ്റിങ്ങിൻ്റെ ഇടയിൽ വാദങ്ങളായി, ചർച്ചകളായി, ചാനൽ ചർച്ചകളായി, അവിടെ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ് ഇയാളാണ് കുറ്റവാളി എന്നുള്ളതാണ്, കൾപ്രിറ്റ് ഇങ്ങനെയാണെന്ന് അങ്ങനെ തീരുമാനിക്കുക. അതായത് കുറ്റവാളി എന്നുള്ള പറഞ്ഞിട്ട് പോലും ഇല്ല, ഡിസിഷൻ പ്രോസസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സംഗതി അങ്ങ് ഇവരങ്ങ് പ്രോസിക്യൂട്ട് ചെയ്തേക്കാണ്, കുറ്റം ചുമത്തിയേക്കാണ്. ആ ഒരു ലെവലിലോട്ട് വരുന്നത് ഞാൻ ട്രയൽ ബൈ മീഡിയ എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ലേണിങ്ങും ട്രയൽ ബൈ മീഡിയ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്, നമ്മൾ കുറേ കേട്ട് ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഹൈബ്രിഡ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ലേണിംഗ് പ്രോസസ്സിൽ വന്ന മാറ്റങ്ങളാണ് അല്ലേ. ഒരുപാട് അഡാപ്റ്റ് ചെയ്തു അല്ലേ, അതിൽ ഒരുപാട് പോസിറ്റീവ് എഫക്ട്സ് ഉണ്ട്. ഇത് നമുക്ക് അനലിറ്റിക്കൽ എസ്സേ നന്നായിട്ട് എഴുതാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ഹൈബ്രിഡ് ലേണിംഗ്. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ട്രയൽ ബൈ മീഡിയയെ പറ്റി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇഫക്റ്റ് ഓഫ് പാൻഡമിക് ആൻഡ് ജുഡീഷ്യൽ പ്രോസസ് ആൻഡ് ട്രയൽ ബൈ മീഡിയ എഴുതിയാൽ മതി. ഹൈബ്രിഡ് ലേണിംഗ് വരുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, ഹൈബ്രിഡ് ലേണിംഗ് കൂടുതൽ അറിയാവുന്ന ഒരു ഹൈബ്രിഡ് ലേണിംഗ്. ഇപ്പോൾ ഇതിൽ എന്താണെന്ന് അറിയാം, നമ്മുടെ നോളജ് മാറ്റേഴ്സ് ആണ്. ഇതിൽ നമ്മൾ ഏതെങ്കിലും ബെസ്റ്റ് 2 എടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ബെസ്റ്റ് 2 എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് എഴുതുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹൈബ്രിഡ് ലേണിങ്ങിനേക്കാളും കൂടുതലായിട്ട് ട്രയൽ ബൈ മീഡിയ, ഇപ്പോൾ ഞാനാണ് എനിക്കൊരു ഇത് കിട്ടുക, ട്രയൽ ബൈ മീഡിയ ആൻഡ് എഫക്റ്റ് ഓഫ് പാൻഡമിക് എന്ന ജുഡീഷ്യൽ പ്രോസസ് എഴുതും. ഹൈബ്രിഡ് ലേണിംഗ് എഴുതുമ്പോൾ അതിന് സിങ്ക്രണൈസ്ഡ് ആയിട്ട് അതിനൊരു സ്ട്രക്ചറാക്കി കൊണ്ടുവരാൻ എനിക്ക് പറ്റുമോ എന്നൊരു, അല്ലെങ്കിൽ സമയം എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു തോട്ട് പ്രോസസ് എനിക്ക് വരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, നൈസായിട്ട് അതിനെ വിട്ടിട്ട് ബാക്കി 2 എഴുതും. ഹൈബ്രിഡ് ലേണിങ്ങിനും പ്രശ്നം ഉണ്ടായിട്ടല്ല, അനലിറ്റിക്കൽ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക്
എഴുതാം. ലേണിംഗ് സിസ്റ്റത്തിൽ വന്ന മാറ്റം, ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, ഹൈബ്രിഡിന്റെ അർത്ഥം എന്താ? നമ്മുടെ നാട്ടിലുള്ളൊരു സംഗതി അല്ല, പുതിയതായിട്ട് വരത്തനായിട്ട് വന്ന് നമ്മൾ നേറ്റീവ് ഇതിന്റെ കൂടെ വരത്തനായിട്ട് വന്ന കുറെ എലമെന്റ്സ് എല്ലാം കൂടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യൻ ട്രഡീഷൻ എടുക്കും. ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈസ് എ ഹൈബ്രിഡ് കൺട്രി എന്ന് പറയണം. ഇന്ത്യക്ക് തനതായ ഒരു എന്താ പറയുക കൾച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം നാനാത്വത്തിൽ ഏകത്വം ഉണ്ടെന്നൊക്കെ പറയും നമ്മൾ, അല്ലേ? ഇന്ത്യ ഒരു ഹൈബ്രിഡ് കൺട്രിയാണ്. പലയിടത്ത് പോകുന്നുള്ള പല കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഇതിൽ തന്നെ എടുക്കാം. നമുക്ക് ഇന്ത്യയെ പറ്റി പറയാനുള്ള ഒരുപാടുണ്ട്. ഇന്ത്യയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ പോലും എടുക്കൂ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പലയിടത്തുനിന്നും നമ്മൾ കടമെടുത്തിട്ട് അവിടുന്ന് കിട്ടിയ കുറേ എലമെന്റ്സ് കൂട്ടിച്ചെന്ന ഒരു ഹൈബ്രിഡ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ. അതുപോലെയാണ് ഇപ്പോഴത്തെ ലേണിംഗ് സിസ്റ്റം. ലേണിംഗ് സിസ്റ്റം പലയിടത്തുനിന്നും വന്നൊരു ഹൈബ്രിഡ് പ്രോഡക്റ്റ് ആണ്. അതിനെയാണ് ഹൈബ്രിഡ് ലേണിംഗ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക അനലിറ്റിക്കൽ ആയിട്ടുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ അനലിറ്റിക്കൽ ആയിട്ട് പെർസ്പെക്റ്റീവ് ഇത് എഴുതാം. കാര്യം വന്നിരിക്കുന്ന പുതിയ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, ഓൺലൈൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ സ്മാർട്ട് TV, അതുപോലെ സ്മാർട്ട് ലേണിംഗ് ആപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൈബ്രിഡ് ലേണിംഗിൽ പെടുന്ന കാര്യങ്ങളാണ്. കുട്ടികളെ കുറച്ചുകൂടെ എന്താ പറയുക പ്രാക്ടിക്കലി അഡാപ്റ്റഡ് ആക്കുക എന്നുള്ളത് ആൾക്കാണ് ഹൈബ്രിഡ് ലേണിംഗിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. പാൻഡമിക് ഓൺ ജുഡീഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നതിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പാൻഡമിക് വന്നുകൊണ്ട് സ്റ്റക്കായി പോയ കേസുകൾ, കാര്യങ്ങളെപ്പറ്റി, മൂവ് ചെയ്യാതെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. അതാണ് ഇഫക്റ്റ് ഓഫ് പാൻഡമിക് എന്തൊക്കെ മേഖലയെ ബാധിച്ചു. പാൻഡമിക്കിനെ പറ്റി ചുറ്റുപറ്റി വരുന്ന കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ നോർമൽ ലൈഫിനെ ബാധിച്ച് നോർമൽസിക്ക് മാറ്റം വന്നതിനെ പറ്റി എഴുതാം. എല്ലാവരെ പറ്റിയും എഴുതിയിട്ട് വേണം നമുക്ക് ഇതിലോട്ട് കൊണ്ടുപോകാം. അത് മൊത്തത്തിൽ സാധാരണക്കാർക്ക് വന്നിരിക്കുന്ന ജസ്റ്റിസ് ഡിലേ ആവുന്ന കേസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പറയുന്ന പാൻഡമിക്കിൻ്റെ ഇഫക്റ്റ് ഓൺ പീപ്പിൾ, അല്ലെ, ജുഡീഷ്യൽ പ്രോസസ്സിൽ പീപ്പിളിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ ആഡ് ഓൺ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതാണ് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഇത് നമുക്ക് എസ്സേ പറ്റി ഒരു ഐഡിയ തരും. ഞാനൊരു ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ തരാൻ വേണ്ടി പറഞ്ഞാണ്. 2 എസ്സേ ചോദിക്കുന്നതിൽ 150 വേർഡ്സ്. നോർമൽ കേസിൽ സാധാരണയൊക്കെ നമ്മുടെ ഒറ്റ എസ്സേ ചോദിക്കുമ്പോൾ 250 വേർഡ്സിന് എസ്സേ ചോദിച്ചുകൊണ്ടിരുന്നത് അതിന് മുമ്പ് വരെ. അപ്പോൾ ഇത്തവണ നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ 2 എസ്സേ തന്നെയായിരിക്കും. ഇനി ഇതിന് മാറ്റം വരില്ല എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ 2 എസ്സേ തന്നെയായിരിക്കും വരുന്നത്. അത് നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് തന്നിരിക്കുക. 2 എസ്സേ എഴുതാനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു പ്രൈസ് ചെയ്ത് തീർക്കാറുണ്ട്. 10 മാർക്ക് 10 ക്വസ്റ്റ്യൻസ്, 2 മാർക്കിന് വീതം 10 ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട് റീഡിങ് കോമ്പ്രഹെൻഷനിൽ. അപ്പോൾ ഇവിടെ മേജറായിട്ട് നമ്മുടെ ഐഡിയ പോകേണ്ടത് ടൈമാണ്. ടൈം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇത് കൂടാതെ ഉള്ള ഇത് വരുമ്പോൾ നമുക്ക് 1 മണിക്കൂറിന് 1 അവറിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ടാസ്ക്കാണ്, വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ എത്ര നമ്മൾ പ്രിപ്പയർഡ് ആക്കുക, നമ്മുടെ റൈറ്റിംഗ് സ്പീഡ് കൂട്ടുക, വൊക്കാബുലറി കറക്റ്റായിട്ട് വേണ്ട അതിൽ ഉതകുന്ന രീതിയിൽ എഴുതാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു പറയില്ല നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ പെടുന്ന ഒരു സംഗതിയാണ്. അതൊക്കെ കറക്റ്റായിട്ട് എഴുതി നമ്മളെ കണ്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. അത് ഞാൻ പറഞ്ഞ കണ്ടന്റ് അല്ല, നിങ്ങൾക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ സമയത്ത് 1 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ്. അപ്പോൾ ടൈമർ വെച്ച് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി പോയിന്റ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ എസ്സേ പറ്റി ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് തന്നുള്ളൂ. കഴിഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിനെ പറ്റി ഒരു ജസ്റ്റ് ഒരു, അതും ഷോർട്ട് എസ്സേ മാത്രം, അതിനെപ്പറ്റി ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കൊണ്ടു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഷോർട്ട് എസ്സേ ആസ് എ ബ്രോഡർ കോൺസെപ്റ്റ്. നമുക്ക് ഷോർട്ട് എസ്സേയുടെ ഇൻട്രൊഡക്ഷനും ഷോർട്ട് എസ്സേ എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഷോർട്ട് എസ്സേൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക് ഇട്ട് കഴിയുമ്പോൾ ആ ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയാതെ നമ്മൾ ആകെ ബ്ലാങ്ക് ആയി പോകും, അല്ലേ? സോ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ടോപ്പിക് എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് അതിനെ പറ്റി നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ മനസ്സിൽ ചോദിക്കാം. ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വയ്ക്കാം, വാട്ട് എന്താണിത്, വൈ എന്തുകൊണ്ടാണിത്, ആൻഡ് ഹൗ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നോക്കുക വാട്ട്, വൈ ആൻഡ് ഹൗ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊന്ന് ബാക്കോട്ട് കൊണ്ടാണ്. എഫക്റ്റ് ഓഫ് പാൻഡമിക് ഓൺ ജുഡീഷ്യൽ പ്രോസസ്. എന്താണ് ഈ ചോദ്യം? എഫക്റ്റ് ഓഫ് പാൻഡമിക് ഓൺ ദി ജുഡീഷ്യൽ പ്രോസസ്, അതായത് ലീഗൽ നടപടികളിൽ, ലീഗൽ പ്രോസസ്സുകളിൽ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ പ്രോസസ്സുകളിൽ പാൻഡമിക് കാരണം വന്ന എഫക്റ്റ്, എന്ത് ഇൻഫ്ലുവൻസ് ആണ് അതിന് വന്നത്, എന്തൊക്കെ ബാധിച്ചു എന്നുള്ളതാണ് ചോദിച്ചത്. ബാധികമായ കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയാണ് അത് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ഇനി വൈ, എന്തുകൊണ്ടാണിത് ഇങ്ങനെ വന്നത്? പാൻഡമിക് വന്നതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ ആയിരുന്നു, പീപ്പിൾ ആർ ഇൻഫെക്റ്റഡ്, ഒരുപാട് ഇൻഫെക്റ്റഡ് ആയ ആൾക്കാർ. അപ്പോൾ അതൊരു ഹെൽത്ത് ഡിസാസ്റ്റർ ആയതുകൊണ്ട് തന്നെ, ഗ്ലോബൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. ആൻഡ് ഹൗ, എങ്ങനെ എഫക്റ്റ് ചെയ്തു, അവിടെയാണ് നമ്മൾ നമ്മുടെ അനലിറ്റിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുള്ള പോയിന്റേഴ്സ് എഴുതി കൊടുക്കേണ്ടി വരുന്നത്. എപ്പോഴും
ഷോർട്ടസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് കുറച്ച് കീ വേർഡ്സ് കയ്യിലുണ്ടായിരിക്കണം. ഞാനതാ പറഞ്ഞ വൊക്കാബുലറി കീ വേർഡ്സ് വേണമെന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഓരോന്ന് എഴുതുമ്പോഴും നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഭയങ്കര നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. എന്നാൽ ആ വൊക്കാബുലറി ഫോർമലായിട്ടുള്ള വൊക്കാബുലറി നമ്മൾ വെറുതെ ഫ്രൈസൽ വേർബുകളോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കാഷ്വൽ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നല്ല സ്ട്രോങ് വൊക്കാബുലറി നല്ല അടിപൊളി വൊക്കാബുലറി എഴുതും. വലിയ എന്താ കഷ്ടപ്പെട്ട് എന്താ കോംപ്ലക്സ് വൊക്കാബുലറി ഒന്നും വേണ്ട. സിമ്പിൾ ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ വൊക്കാബുലറി മതി. പക്ഷെ കുറച്ചൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള കുറച്ചൊരു വൊക്കാബുലറീസ് എപ്പോഴും നമ്മൾ വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് പുട്ട് യുവർ തോട്ട്സ് ഇൻ ടു വേർഡ്സ്. നമുക്ക് ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും അല്ലേ? ആ ആശയങ്ങൾ നമ്മൾ വേർഡ്സിലോട്ട് ഇടാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഐഡിയാസ് നേരത്തെ നമ്മൾ ഓൾറെഡി പറയില്ലേ ഐഡിയാസ് എന്ത് ചെയ്യാണ്? ഐഡിയാസ് നേരത്തെ കളക്ട് ചെയ്ത് വെക്കുക അല്ലേ? കളക്റ്റഡ് ഇപ്പം നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ കളക്റ്റഡ് ഐഡിയാസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഞാൻ നേരത്തെ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഐഡിയാസ്. ആ കളക്റ്റഡ് ഐഡിയാസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ട്രക്ചർ ആക്കിയിട്ട് എസ്സേ ആക്കി എസ്സേ എന്നൊരു ഫോർമാറ്റിലോട്ട് മാറ്റുക. അവിടെയാണ് നമ്മൾ പറയുന്നത് എന്താ പറയുക തോട്ട്സിനെ ആക്ഷൻ ആക്കി വേർഡ്സ് ആക്കി മാറ്റുക എന്ന് പറയാം അല്ലേ? തോട്ട്സിനെ അല്ലേ നമ്മൾ നമ്മുടെ ആശയങ്ങളെ നമ്മൾ വേർഡ്സിലോട്ട് കൊണ്ട് മറ്റുള്ളവർക്ക് ആവിഷ്കരിക്കുക എന്ന് പറയില്ലേ? അത് എഴുതിൽ. ഇത് പറച്ചിലാണെങ്കിൽ ഇത് നമ്മൾ എഴുത്തിൽ റിട്ടേൺ ആയിട്ട് കാണിക്കുന്നതാണ് ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എല്ലാ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിലും ഇതിപ്പോൾ പ്രൈസി ആയിക്കോട്ടെ നമ്മുടെ റീഡിങ് കോംപ്രഹെൻഷൻ ആയിക്കോട്ടെ ഷോർട്ട് ആയിക്കോട്ടെ ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതുമ്പോൾ യു ഹാവ് ടു ബി പ്രിസൈസ്. വളരെ പ്രിസൈസ് ആയിട്ട് കൺസൈസ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കുക. അതിൻ്റെ അർത്ഥം എന്നാ? നിങ്ങളൊരു ടോപ്പിക്ക് എഴുതുമ്പോൾ അതിനെ ടു ദി പോയിൻ്റ് ആയിട്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. ഐഡിയ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും ഡീവിയേറ്റ് ചെയ്ത് വേറെ ലെവലിലോട്ട് പോയി മാറിപ്പോകാൻ പാടില്ല. ഡോണ്ട് ബീറ്റ് അബൌട്ട് ദ ബുഷ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഗ്യാസ് അടിച്ച് വെക്കാൻ പറ്റില്ല. നമുക്ക് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് വളരെ ഡെഫിനറ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് വേണ്ട പോയിന്റുകൾ പറഞ്ഞ് നമുക്ക് കുറച്ച് പോയിന്റ്സ് നമ്മൾ ഗ്രാബ് ചെയ്ത് നേരത്തെ വെക്കണം. ഒരു ടോപ്പിക്കിനെ പറ്റി കുറച്ച് പോയിന്റ്സ് മിനിമൽ പോയിന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ മിനിമൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് പോയിന്റ്സ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ത് ചെയ്യണം? നമ്മൾ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുക. അത് നേരത്തെ കളക്ട് ചെയ്ത് വെക്കുക. അതാണ്. അല്ലാതെ ചുമ്മാ ഗ്യാസ് അടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എസ്സേ പറ്റി കുറച്ചൊന്ന് വായിച്ചൊക്കെ വിട്ടിട്ട് ചില ആൾക്കാരുണ്ട് അങ്ങനെയാണ്. എസ്സേ പറ്റി ഒരുപാട് വായിക്കും, അതും ഇതൊക്കെ വായിക്കും, എഴുതാനൊന്നും അറിയില്ല, വായിച്ചു വെക്കും. നമ്മളെല്ലാവരും കുറേ പേര് അങ്ങനെയാണേ, എഴുതാൻ അറിയത്തൊന്നുമില്ല പക്ഷെ വായിച്ചു വെച്ചിട്ട് റൈറ്റിംഗ് സ്കിൽസ് അവർക്കില്ല. അതാണ് ഞാൻ ആദ്യത്തെ ടോപ്പിക്ക് തന്നെ റൈറ്റിംഗ് സ്കിൽസിനെ പറ്റി പറഞ്ഞത്. നമ്മൾ അതിനെപ്പറ്റി എഴുതാൻ വേണ്ടിയുള്ള സ്ട്രക്ചർ സെറ്റ് ചെയ്ത് നമ്മൾ എഴുതി തന്നെ പഠിക്കുക. നിങ്ങൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ടൈമർ വെച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റിനും അതുപോലെ നിങ്ങൾക്ക് ഫ്ലോ ഉണ്ടോ? നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ എഴുതുന്നത് ലെജിബിൾ ആണ്. ഇപ്പം ഞാനിപ്പോൾ തോണ്ടിയൊക്കെ എഴുതി വെച്ചു, പിന്നെ അങ്ങ് വരച്ച് കുത്തിയൊക്കെ ഇപ്പം ഞാൻ എഴുതി കഴിഞ്ഞിട്ട് എനിക്കത് മനസ്സിലായില്ല, ഞാനിപ്പോൾ എഴുതിയ കാര്യം എനിക്ക് ക്ലിയർ ആയില്ല, അപ്പം ഞാനിവിടെ ഇങ്ങനെ എഴുതി വെക്കും. അങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോൾ സ്ട്രൈക്ക് ചെയ്യണമെന്ന് തോന്നി ഒറ്റ സ്ട്രൈക്ക് ചെയ്താൽ മതി. ഇതേ ഇത്രേ ഉള്ളൂ. ഒരു വേർഡിന് ഒറ്റ സ്ട്രൈക്ക് അത്ര കൊടുത്താൽ മതി. വെറുതെ ചുമ്മാ വരച്ച് കൂട്ടി കുത്തിക്കൊള്ളോ ആക്കി വെച്ച് ക്ലിയർ ഒന്നും അല്ല, ക്ലീൻ അല്ലെങ്കിൽ പേപ്പർ അവർ നോക്കാനൊന്നും നിൽക്കില്ല. അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവരങ്ങ് ഇട്ടിട്ടൊക്കെ പോകും. കാരണം ഒരുപാട് പേപ്പേഴ്സ് വരുന്നു, ഒരുപാട് പേര് ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് സമയം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്കും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് അതൊരു കാര്യം ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് തന്നെ മിനിമലായ സിഗ്നിഫിക്കൻറ്റ് പോലും വെറുതെ ഗ്യാസ് അടിച്ച് വെച്ചാൽ ഒന്നും കഥ സിനിമ കഥ എഴുതി വെക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പണ്ട് നമ്മൾക്ക് സ്കൂളല്ല ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ആൾക്കാർ പറയുന്നേക്കാം വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ചുമ്മാ സിനിമ കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ. അതൊക്കെ പണ്ട് കാലത്ത് നടക്കും, ഇന്നത്തെ കാലത്തൊന്നും നടക്കില്ല. അത്യാവശ്യം നമുക്കൊരു ബോധമുണ്ടോ എന്ന് കോമ്പറ്റീറ്റീവ് എക്സാംസ് ആണ് നമ്മൾ കൊണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബോധമുണ്ടോ ഈ ആൾ ഇതിനെ കേപ്പബിൾ ആണോ എന്നത്. കാരണം നിങ്ങളുടെ പ്രോസസ്സ് ഡോക്യുമെന്റേഷൻ ആണ്. നിങ്ങളൊരു അസിസ്റ്റന്റ് പോസ്റ്റിലിരിക്കുന്ന ഒരാൾ, ഹൈക്കോടതി അസിസ്റ്റന്റ് പോസ്റ്റിലോട്ട് ഇരിക്കുന്ന ആൾ, നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ട് എഴുതണം. നിങ്ങൾക്ക് ഇപ്പോൾ ജഡ്ജ് തരുന്ന എന്താ പറയുക ഒരു ഇതിനെപ്പറ്റി എന്ന് ചോദിച്ചു, ഒരു ഡിസിഷനെ പറ്റി എന്ന് ചോദിച്ചു, അതിനെപ്പറ്റി ഒരു കൃത്യമായിട്ട് ഇതൊരു പ്രിസ്ക്രൈബായിട്ട് പ്രൈസ് എഴുതി നിങ്ങളോട് കൊടുക്കാനാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഇത് ഉണ്ടാക്കുക, ലഘുരേഖ രൂപം എഴുതിയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അത് എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റും, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതിനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നാണ് ഇതിലൂടെ നോക്കുന്നത്. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിൽ എസ്സേ തരുന്നത് എന്തുകൊണ്ടാണ്? അത്യാവശ്യം കാര്യത്തെപ്പറ്റി തലയിൽ ആൾതാമസമുള്ള ആളാണോ അതോ ചുമ്മാ കയറി അങ്ങ് എഴുതി വെക്കുന്ന ആളാണോ എന്നറിയണ്ടേ. ആ ഒരു വളരെ ജെനുവിൻ ആയിട്ടൊരു പ്രോസസ്സായി നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കേപ്പബിൾ ആണ് നിങ്ങൾ കാണിച്ചു കൊടുക്കണം അല്ലേ. നമുക്ക് കിട്ടുന്നൊരു ചാൻസ് ആണ്, വി ആർ കേപ്പബിൾ ആൻഡ് വി ആർ ഗോണ പ്രൂവ് ദാറ്റ് എന്ന് നമുക്ക് ഒരു ചാൻസ് ആണത്. അതുപോലെ തന്നെ ഡു നോട്ട് ഗോ ഫോർ എലോങ്ങേറ്റഡ് സെൻറ്റൻസസ്. എസ്സേ മൊത്തത്തിൽ പറയാണ് കേട്ടോ. എസ്സേ മാത്രമല്ല, നമ്മളിപ്പോൾ പ്രൈസ് എഴുതുമ്പോഴാണെങ്കിലും റീഡിങ് കോമ്പറ്റൻസ് ആണ്, വെറുതെ എലോങ്ങേറ്റഡ് ക്വസ്റ്റൻസ് അല്ല.
ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. കാരണം നമ്മൾ ലോങ്ങർ സെൻറ്റൻസസ് എന്താകുമ്പോൾ എന്ത് പറ്റും, ലോങ്ങർ സെൻറ്റൻസസ് ആകുമ്പോൾ the longer the sentences എന്ത് പറ്റും എന്നറിയോ, the longer the sentences the more the errors, അല്ലേ? എറേഴ്സ് കൂടും, മിസ്റ്റേക്സ് കൂടുതലായിരിക്കും. അതിലും ഭേദം എന്തായിരിക്കണം, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ടർ ആയിട്ടുള്ള ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് കൊടുക്കുക. ഷോർട്ടർ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ലോങ്ങർ സെൻറ്റൻസ് ആകുമ്പോൾ ഉറപ്പായിട്ടും എറർ കൂടും. അപ്പോൾ ദർ ഈസ് ഓൾവേസ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ആ സമയത്ത് ആ ഒരു എക്സാം ഹോളിൽ പോയിരുന്നിട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസുകളൊന്നും വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോൾ ആ പണിവാളും. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്നറിയോ, സെൻറ്റൻസുകളെ കുറച്ചുകൂടെ സ്ട്രക്ചർ ചെയ്തിട്ട് ഒന്ന് പരുവപ്പെടുത്തി എടുക്കാം. എങ്ങനെ ഉപയോഗിക്കാം, കോമ്പൗണ്ട് സെൻറ്റൻസുകളൊക്കെ ഉപയോഗിക്കാം. ഞാൻ കോമ്പൗണ്ട് സെൻറ്റൻസുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അപ്പം ബോഡിയിലോട്ടാണ് കൂടുതലായിട്ട് കോമ്പൗണ്ട് സെൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരിക. അപ്പം ഞാനത് കോമ്പൗണ്ട് സെൻസ് അടുത്ത വീക്കിൽ നമ്മുടെ കൺജങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് പഠിക്കും. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി. കോമ്പൗണ്ട് സെൻറ്റൻസസ് ഒക്കെ എസ്സേസിൽ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് നല്ല എന്താ പറയുക, നല്ല എന്താ ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ട് നമുക്ക് എസ്സേസ് എഴുതാൻ പറ്റും. അതൊരു ഗുണമാണ്. അത് റൈറ്റിംഗ് ഒരു സ്കില്ല് തന്നെയാണ്. അത് നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. വളരെ മിതമായിട്ടുള്ള സെൻറ്റൻസ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കൺസൈസ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് മറ്റേ എന്താ പറയുക, കോംപ്ലെക്സ് സെൻറ്റൻസസ്. കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസസ് കൊടുക്കരുത്, കോംപ്ലെക്സ് സെൻറ്റൻസസ് നമുക്ക് ഉപയോഗിക്കാം. കോമ്പൗണ്ട് സെൻറ്റൻസ് അതുപോലെ തന്നെ കോംപ്ലെക്സ് സെൻറ്റൻസ് ഉപയോഗിക്കാം. കോമ്പൗണ്ട് ആൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസ് നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മളൊരിക്കലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അതായത് എലോങ്ങേറ്റഡ് ആയിട്ട് ഒരുപാട് വലിയ സെൻറ്റൻസുകളിലോട്ട് പോകാതെ കോമ്പൗണ്ട് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസസ്, കോംപ്ലിക്കേറ്റഡ് അല്ല കോംപ്ലെക്സ് സെൻറ്റൻസസ് നമുക്ക് കൊടുക്കാം. ഈ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് നമ്മൾ പഠിക്കും കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം റിസർച്ച് ചെയ്യുക അബൌട്ട് ദി ടോപ്പിക്സ്. ഇപ്പോഴത്തുള്ള റിലവൻ്റ് ആയിട്ടുള്ള കറണ്ട് റിലേറ്റഡ് ആയി ഞാൻ എപ്പോഴും പറയും, എന്തിനെ പറ്റിയുള്ള ഐഡിയാസ് നമുക്ക് വേണ്ട, റെലവൻറ്റ് ടോപ്പിക്സിനെ പറ്റിയുള്ള റിസർച്ച് ചെയ്യുക. ഗോ ഫോർ റെലവൻറ്റ് ടോപ്പിക്സ്. എന്തൊക്കെയാണ് റെലവൻറ്റ് ഇഷ്യൂസ് ഇപ്പോൾ ഉള്ളത്, ഈ റെലവൻറ്റ് ഇഷ്യൂസിനെ പറ്റി, ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂസിനെ പറ്റി നോക്കുക. അതിൽ കുറച്ച് ഫോക്കസ് കൊടുക്കേണ്ട ലീഗൽ ഇതാണ് കേട്ടോ. ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഫോക്കസ് നിങ്ങൾ കൊടുത്തോണം, എന്നാലും നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടുള്ളൂ. ലീഗൽ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റി, നിയമത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് നടക്കുന്നുണ്ട് അതിനെപ്പറ്റി നോക്കുക. കാരണം ട്രയൽ ബൈ മീഡിയ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. ദിലീപിൻ്റെയും ദിലീപിൻ്റെ ആ കേസ് ഭയങ്കര, ദിലീപിൻ്റെ കേസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പൊയ്ക്കൊണ്ട സമയത്താണ് നമ്മൾ എക്സാം നടക്കുന്നത്. അതുകൊണ്ടാണ് ട്രയൽ ബൈ മീഡിയ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അവിടെ വന്നത് പോലും. അതുകൊണ്ട് ഇതുപോലെ റെലവൻ്റ് ആയ ഇഷ്യൂസും നോക്കുക, ലീഗൽ ടേമിൽ എസ്പെഷ്യലി. പിന്നെ ട്രൈ ടു മൾ ഓവർ ദ ടോപ്പിക്. അതിൻ്റെ അർത്ഥം എന്നാ, മൾ ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാ, നമ്മൾ നന്നായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാം, അല്ലേ? തിങ്ക് അബൌട്ട്, അതിനെപ്പറ്റി നന്നായി ചിന്തിക്കുക. എന്നാൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ അതിനെപ്പറ്റി കണ്ടംപ്ലേറ്റ് ചെയ്യുക, നന്നായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക, കണ്ടംപ്ലേറ്റ് ചെയ്യുക, ചിന്തിക്കുക. അതാണ് പറയുന്നത്. നല്ല രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് കിട്ടും, അല്ലേ? നമുക്ക് പല വ്യൂസ് കിട്ടും. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ വളരെയായിട്ട് ചിന്തിക്കുമ്പോൾ ഡിഫറെൻറ്റ് വ്യൂസ് കിട്ടും, അല്ലേ? വ്യൂ നമ്പർ 1, വ്യൂ നമ്പർ 2. അപ്പോൾ ഇങ്ങനെ ഇതിനെപ്പറ്റി നമുക്ക് ഇന്ന വ്യൂവിൽ ഇതിനെ കണ്ടാൽ എന്താ, ഇന്ന വ്യൂവിൽ കണ്ടാൽ ഒരു 3 വ്യൂസ് എങ്കിലും മിനിമം നമുക്ക് കിട്ടും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ. പിന്നെ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്തൊരു 4 or 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതിനെപ്പറ്റി ഞാൻ എന്തൊക്കെ എഴുതാം. ഇപ്പോൾ ട്രയൽ ബൈ മീഡിയ എടുക്കാം. ട്രയൽ ബൈ മീഡിയ പറ്റി എന്തൊക്കെ പോയിന്റേഴ്സിന് എനിക്ക് ആഡ് ചെയ്യാം, ആ 5 പോയിന്റ്, 4 or 5 പോയിന്റുകൾ നിങ്ങൾ സെറ്റാക്കി നേരത്തെ വെക്കുക. പിന്നെ അത് റിലേറ്റഡ് സബ് പോയിന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് നോക്കാം. എക്സാമ്പിൾസും കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. പോയിന്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ എക്സാമ്പിൾസ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, അതിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ ചുമ്മാ ഗ്യാസ് അടിക്കുന്നതല്ല, ഇതിനെപ്പറ്റി എനിക്ക് നല്ല ഐഡിയ ഉണ്ട് എന്ന് കാണിക്കാൻ അതിൻ്റെ ഇത് കൊടുക്കണം. ഈ പോയിന്റ് കൊടുക്കുന്നതിനൊപ്പം, നമ്മൾ ഏതൊരു പോയിന്റ് ആഡ് ചെയ്യുന്നതിനൊപ്പം നമ്മൾ എന്ത് കൊടുക്കും, വേണ്ട ആവശ്യമുള്ള എവിഡൻസ് അല്ലെങ്കിൽ പ്രൂഫ് നമ്മൾ കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? വിത്ത് എവിഡൻസ് ആണ്. വിത്ത് എവിഡൻസ്, പ്രൂഫ് ഇല്ലാതെ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഇൻസ്റ്റൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡീസ്, എന്തെങ്കിലും പറ്റി സ്റ്റഡീസ് ഉണ്ടോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓർ എന്തെങ്കിലും കേസ് നടക്കുകയാണെങ്കിൽ കേസിനെ പറ്റി കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഇപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൊടുക്കാം. ബട്ട് നമ്മൾ പല ടോപ്പിക്കുകൾ വരുമ്പോഴേ നമുക്ക് അതിനെപ്പറ്റിയുള്ള എവിഡൻസ് കൊടുക്കാമെന്ന് പറയില്ലേ, അത് പ്രൂഫ്, എക്സാമ്പിൾ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ട് ഐഡിയ കിട്ടും, ഒരു മൈൻഡ് ഡ്രാഫ്റ്റ് കിട്ടും. ഇതാണ് സംഗതി. ഞാൻ ആദ്യം ഇതിൽ എഴുതിയിട്ട് ഇന്ന പോയിന്റുകളൊക്കെ എഴുതുന്നു, അങ്ങനെ ഒരു ഐഡിയ നമുക്കുണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു മൈൻഡ് ഡ്രാഫ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന എപ്പോഴാണ്? എക്സാം ഹോൾ കയറുമ്പോഴല്ല, ഇത് പ്രയർ പ്രിപ്പറേഷന് പെടുന്ന സാധനമാണ് അല്ലേ. ഇത് പ്രയർ ടു എക്സാം പ്രിപ്പറേഷൻ സമയത്ത് നടക്കുന്ന കാര്യം. ഇത് എന്തിൽ പെടുന്ന? പ്രയർ ടു എക്സാം പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അല്ലാതെ എക്സാം ഹോളിൽ പോയിരുന്ന് ചെയ്യേണ്ട കാര്യമല്ല. എക്സാം ഹോളിൽ പോയി ചിന്തിക്കാൻ പോലൊരു സമയം കിട്ടില്ല നമുക്ക്. എങ്ങനെയാണ് ഐഡിയ കൊണ്ട് എഴുതണം എന്നുള്ള ഐഡിയ പോലും കിട്ടില്ല. ഒരു ടോപ്പിക് കൊണ്ട്, ഈ ടോപ്പിക്കിനെ പറ്റി ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എസ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം എന്ന് വെച്ച് അങ്ങ് എഴുതാൻ തുടങ്ങുക. അത് മാത്രമായിട്ട് നമുക്കുള്ള സമയം കിട്ടുള്ളൂ അവിടെ ചെന്നാൽ. അല്ലാതെ എക്സാം ഹോളിൽ പോയിട്ട് നീ ഓവറിനുള്ള സമയമോ അല്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എവിഡൻസ് പുതിയതായിട്ട് തേടാനുള്ള സമയം ഒന്നും കിട്ടില്ല. എക്സാം ഹോളിൽ നമ്മൾ ഏതാണ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്ത് വെക്കാനുള്ള സമയം മാത്രമേ കിട്ടുള്ളൂ. അത് മാത്രമേ നമുക്ക് എക്സാം ഹോളിൽ പ്രതീക്ഷിച്ചാൽ മതി. ഇത് കൂടുതൽ നിങ്ങളൊന്നും എക്സാം ഹോളിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതാണ് ഒരു പ്രശ്നം കേട്ടോ. അതുകൊണ്ട് നേരത്തെ അതിനു വേണ്ടി ശ്രദ്ധിക്കാം. ഇനി നമ്മൾ സ്ട്രക്ചർ തന്നെ ഒന്ന് വൃത്തിയാക്കി എഴുതിയാൽ, നമ്മുടെ സ്ട്രക്ചർ സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ മാർക്ക് വീടും കേട്ടോ. ഇതെന്തിനൊക്കെയാണെന്നറിയോ? നമ്മുടെ പ്രസൻറ്റേഷന് ഓരോ വെയിറ്റേജ് ഉണ്ട്. അത് പ്രത്യേകിച്ച് അവർ പറയൊന്നുമില്ല, ഇങ്ങനെ ഇതിന് ഇത്ര വെയിറ്റേജ് ഉണ്ട്, ഇന്നതിന് അത്ര വെയിറ്റേജ്, അങ്ങനൊന്നും പറയില്ല കേട്ടോ. ആകെപ്പാടെ അറിയേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഒരു എസ്സേ എഴുതുമ്പോൾ ബേസിക് സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ എസ്സേയുടെ സ്ട്രക്ചർ ഇതാണ്: ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതിൻ്റെ ബോഡി ഉണ്ട്, ഒരു കൺക്ലൂഷൻ ഉണ്ട്. ഇതാണ് ബേസിക്കലി ഒരു എസ്സേയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബോഡി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മുടെ മെയിനായിട്ട് ഇൻട്രൊഡക്ഷനാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. ബോഡിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ബോഡിയേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻട്രൊഡക്ഷനാണ്. കാരണം ഇൻട്രൊഡക്ഷൻ നമ്മൾ ഹുക്ക്. ഒരാളെ നമ്മൾ ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ പറ്റുക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ആ ചൂണ്ടയിൽ വീഴണം. നമ്മളാ ഇടുന്നൊരു ചൂണ്ടയിൽ ആൾക്കാർ വായിക്കുന്ന ആൾ വീഴണം. അതാണല്ലോ നമ്മുടെ മെയിനായ കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കണം? ഫ്രെയിം ചെയ്യുമ്പോൾ ഒരു ക്യാച്ചി ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ എന്തിനു കൊടുക്കണം? ഇൻട്രൊഡക്ഷനെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? നമുക്ക് പല യൂസേജസ് ഉപയോഗിക്കാം. പ്രോവേർബുകൾ ഉപയോഗിക്കാം, മറ്റ് സേയിങ്സ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം, കോട്ട്സ് ഉപയോഗിക്കാം, പല നല്ല ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് വ്യക്തികളുടെ കോട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കാം. ഡെഫിനിഷൻ കൊടുക്കേണ്ടത് കുറച്ചുകൂടെ എന്താ പറയുക, ടഫായിട്ടുള്ളൊരു ടോപ്പിക്കൊക്കെയാണ് ഡെഫിനേഷൻ കൊടുത്താൽ മതി. അല്ലാത്ത ടോപ്പിക്കിൽ ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായ ഒരു ടോപ്പിക്കിനെ പറ്റി വരുമ്പോൾ അതിലെന്താണ് ഈ സാധനം എന്ന് പറഞ്ഞ് കൊടുക്കില്ല നമ്മൾ. കാരണം സോഷ്യൽ മീഡിയ അതിനെ പറ്റിയുള്ള ഇൻഫ്ലുവൻസിനെ പറ്റിയാണ്. എന്താണ് വാട്ട് ഈസ് സോഷ്യൽ മീഡിയ എന്നൊന്നും പറഞ്ഞ് ഉള്ള അർത്ഥത്തിൽ ആൻസർ ചെയ്തത്. സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് കൊടുത്താൽ അത് തെറ്റും. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല നമ്മളൊരു എസ്സേയിലോട്ട് കൊടുക്കുമ്പോൾ. അല്ലാതെ നമ്മൾ പറയുമ്പോൾ ഒരു വളരെ ക്യാച്ചി ആയിട്ട് അട്രാക്റ്റീവായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? നമ്മുടെ ഇൻട്രൊഡക്ഷനെ കൊടുക്കണം. കാരണം അതാണ് നമ്മുടെ ഹുക്ക്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ അതും ഷോർട്ടായിരിക്കണേ, 2 മുതൽ 4 സെൻറ്റൻസസ് വരെ നമുക്കാവാം. ഇനി ഏറിപ്പോയ 5 സെൻറ്റൻസസ്, അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കില്ല. ഇൻട്രൊഡക്ഷനിലെ പാകപ്പെടുത്തി എല്ലാം പാരഗ്രാഫ് തിരിച്ചാണേ. അപ്പോൾ പാരഗ്രാഫ് തിരിക്കുന്നതിനും ഉണ്ട് കേട്ടോ ഒരു സ്ട്രക്ചർ. നമ്മളൊരു പാരഗ്രാഫ് തിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ഇത് പറയാം, സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞപ്പോഴത്തെ നമുക്ക് പാരഗ്രാഫ് തിരിക്കുന്നതിനും ഉണ്ട് ഒരു രീതിയുണ്ട്. നമുക്ക് കിട്ടുന്ന ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ബുക്ക്ലെറ്റിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് ടോപ്പിക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം. ദി ഇമ്പോർട്ടൻസ് ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ചുമ്മാ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇതെന്ന് പറഞ്ഞിട്ട് എന്തിനെ പറ്റി പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഇൻട്രൊഡക്ഷൻ ഞാൻ ഇവിടം വരെ എഴുതി. which can be tackled എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി, ഇൻട്രൊഡക്ഷൻ നിർത്തി. അടുത്ത പിന്നെ ബോഡി എന്ന് പറഞ്ഞ് കൊടുക്കുമല്ല. അപ്പം എനിക്കിവിടെ പിന്നെ ബോഡി എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുമ്പോൾ ഇല്ല, ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത ലൈനിൽ എഴുതുക, അടുത്തേത്. എപ്പോഴും വൃത്തിയായിട്ടുള്ള എഴുത്തെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ്
ആ ഒരു പാരഗ്രാഫ്, ഇത്ര ഒരു പാരഗ്രാഫാണ്, ഈ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഇത് വിടുക, ഒരു ലൈൻ വിടുക, ഒമിറ്റ് ലൈൻ മറക്കണ്ട, ഒരു ലൈൻ നമ്മൾ വിട്ടേ, ആ ലൈൻ ഇട്ടിട്ടില്ല, ആ ലൈൻ നമ്മളൊന്നും എഴുതിയില്ല, അടുത്ത ലൈനിലോട്ട് എഴുതാം. അതായത് എക്സ്ട്രീം ലെഫ്റ്റിൽ തന്നെ തുടങ്ങാം, ഒരു പ്രശ്നവുമില്ല. എക്സ്ട്രീം ലെഫ്റ്റിലോട്ട് നമ്മൾ കൊടുക്കുവാണ്. മെനി പീപ്പിൾ ഒക്കെ പറഞ്ഞ് കൊടുക്കുന്നതുണ്ട്. ഇതൊക്കെ ഒരു ആവറേജ് ലെവലിൽ ഞാൻ എഴുതുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് എക്സാമ്പിളിന് വേണ്ടി വിട്ട്. കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതാൻ നമുക്ക് കുറേ വേർഡ്സ് ഒക്കെ ഉണ്ട്, അതിനോട് ഇതായിട്ട് പോകും. ഇത് ബോഡിയിലോട്ട് വന്നു, ബോഡി എന്നുള്ള ഇത് കൊടുക്കില്ല, ബോഡി എഴുതി തുടങ്ങി നമ്മൾ ഇതിലോട്ട് പോകുന്നു. അടുത്ത് ഇത് എഴുതി, ബോഡി പല പാരഗ്രാഫിലായിട്ടാണ്. നമുക്ക് ബോഡിയിലോട്ട് വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് എന്ത് കൊടുക്കാം, 3 മുതൽ 4 പാരഗ്രാഫ് വരെ കൊടുക്കാം. ഞാൻ പറഞ്ഞ സെൻറ്റൻസസ് അല്ല, 3 മുതൽ 4 പാരഗ്രാഫ് വരെ നമുക്ക് ബോഡി കൊടുക്കാം. ബോഡി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഓരോ പാരഗ്രാഫിലും ഓരോ പോയിന്റ്സ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞില്ലേ 4 or 5 പോയിന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആർഗ്യുമെൻറ്റ് എസ്സേ ആണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആർഗ്യുമെൻറ്റ്, ഓരോ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ് കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കണേ. അപ്പോൾ 4 ആർഗ്യുമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ 3 ആർഗ്യുമെൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അവസാനത്തെ ഒരു സാധനം കൂടി ഞാൻ അനലിറ്റിക്കലായിട്ട് ഇന്ന കാര്യങ്ങളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു വേണ്ടി, ഇപ്പോൾ ഡിമെറിറ്റ് ആണെങ്കിൽ ആ ഡിമെറിറ്റും കൂടി ചേർത്ത് എഴുതാനൊരു സാധനം ഉണ്ടാവും. അപ്പം 4 ഐഡിയാസ് ആയിരിക്കണം എന്തിലോട്ട് പോകുന്നത്, ബോഡിയിലോട്ട് പോകേണ്ടത്, 4 പാരഗ്രാഫിലും പോകേണ്ടത്. അതിൻ്റെ ഇടയിൽ തന്നെ സബ് ടോപ്പിക്സ് വരാം കേട്ടോ. അപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ടോപ്പിക്കിൻ്റെ സബ് പ്ലോട്ടുകളുണ്ടല്ലോ, നമ്മൾ പോലെ ഒരു സാധനത്തിൻ്റെ സബ് പ്ലോട്ടുകൾ പോലെ, അല്ലെങ്കിൽ സബായിട്ടുള്ള ഐഡിയാസ് നമുക്ക് കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. ഈ ഓരോ ബോഡിയിൽ നമ്മൾ കൊടുക്കുന്ന പോയിന്റേഴ്സിനും വിത്ത് എക്സ്പ്ലനേഷനാണ്, അല്ലെങ്കിൽ വിത്ത് എവിഡൻസ്, വിത്ത് പ്രൂഫ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഐഡിയാസ് വിത്ത് പ്രൂഫാണ്. നമ്മൾ എഴുതുന്ന ഓരോ ഐഡിയ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴും ആ ഐഡിയ വിത്ത് പ്രൂഫ് കൊടുക്കണം. ഐഡിയാസ് ആൻഡ് പ്രൂഫ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഐഡിയാസ് ആൻഡ് പ്രൂഫ്സ് അതും അത് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റില്ല, എസെൻഷ്യൽ ആയിട്ട് നമുക്കിവിടെ മാർക്ക് വീടില്ല. ചുമ്മാ കത്തി എഴുതുന്ന പോലെ ആവരുത്, അതും ഇമ്പോർട്ടൻ്റ്. പിന്നെ കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ, കൺക്ലൂഷൻ ഒറ്റ പാരഗ്രാഫ് എഴുതുള്ളൂ, അത് കൂടുതലൊന്നുമില്ല. കൺക്ലൂഷൻ ഒറ്റ പാരഗ്രാഫ്. ഇൻട്രൊഡക്ഷനും വളരെ ഷോർട്ട് ആയിരിക്കണം, കൺക്ലൂഷൻ ഷോർട്ട് ആയിരിക്കും. ഇത് രണ്ടും ഭയങ്കര എന്താ പറയുക, റെലവെൻ്റ് ആണ്, ഏറ്റവും റെലവെൻ്റ്. ഞാൻ പറയാം, കൺക്ലൂഷനും എത്ര നല്ല വൃത്തിയാക്കി എഴുതുന്നു, ഇൻട്രൊഡക്ഷൻ എത്ര എഴുതുന്നു, വളരെ ക്രിസ്പ് ആയിരിക്കണം, വളരെ ബ്രീഫ് ആയിരിക്കണം, ക്രിസ്പ് ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്, ഇത് രണ്ടിനെ കൊടുക്കുന്നത്. കൺക്ലൂഷൻ്റെ ഇതിനെ പാടില്ല. സോ കൺക്ലൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സമ്മപ്പ് ചെയ്യുന്നു, ജസ്റ്റ് സമ്മപ്പ്. ഒന്നും അതിൽ ആഡ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് സമ്മപ്പ്. ആൻഡ് അത് നമുക്ക് എന്ത് കൊടുക്കാം, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ സജഷൻസ് ഒക്കെ ചെയ്താൽ നല്ലതാണെന്നുള്ള രീതി നമുക്കൊരു സജസ്റ്റീവായിട്ട് നമുക്ക് ഒരു എന്താ പോസിറ്റീവ് ആയിട്ട് നമുക്ക് എൻഡ് ചെയ്യാം എപ്പോഴും കൺക്ലൂഷനെ. അതാണ് എപ്പോഴും നല്ലത്. സജഷനൊക്കെ കൊടുത്ത് സമ്മപ്പ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കണം, ഒരു പുതിയ ഐഡിയ നമ്മൾ നേരത്തെ പറഞ്ഞ 4 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് കൂടാതെ ഒരു പോയിന്റ് പോലും നമ്മൾ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യരുത് കൺക്ലൂഷനിൽ വരുമ്പോൾ. കൺക്ലൂഷൻ ഇസ് നോട്ട് എ സ്പേസ് ടു ആഡ് സംതിങ് ന്യൂ അല്ല. ഇപ്പം പറഞ്ഞവയെല്ലാം കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് ഒന്ന് ക്രോഡീകരിച്ച് ഒന്ന് ഇതാണ് എന്ന കാര്യം എന്ന് പറഞ്ഞൊന്ന് അവസാനിപ്പിക്കുന്ന ഭാഗമാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ബ്രീഫ് ആയിരിക്കണം. അതായത് ചിലരൊക്കെ എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് നോക്കും, കൺക്ലൂഷൻ നോക്കും, രണ്ട് സെറ്റാണോ എന്ന് നോക്കിയിട്ട് പിന്നെ ബോഡി വായിക്കുക. അങ്ങനെ വായിക്കുന്നവരും ഉണ്ട് നമ്മുടെ എന്താ പറയുക ഇവാലുവേറ്റ് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കര ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ഓർത്തോളൂ. അപ്പോൾ ക്യാച്ചി ആയിട്ടും വളരെ ക്രിസ്പായിട്ട് നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റണം ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ റെസ്പെക്റ്റീവ്ലി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധിക്കുക. 2 ഓരോ പാരഗ്രാഫ് എഴുതാവുള്ളൂ, അത് കൂടുതൽ പോരുത്, അത് വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. 4 സെൻറ്റൻസസ് കൂടുതൽ നോക്കണേ. ആ 150 വേർഡ്സ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ആകെ 150 വേർഡ്സേ ഉള്ളൂ, നീ ചുമ്മാ അങ്ങ് ഒരുപാട് സമയം എടുത്ത് കളയല്ലേ, എഴുതല്ലേ, ഇത്രേ ഉള്ളൂ എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. 150 വേർഡ്സ് അതൊന്ന് മനസ്സിനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഇതാക്കി വെക്കാം. അപ്പോൾ പറഞ്ഞ കാര്യത്തിലോട്ട് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു എസ്സേ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് മാത്രമല്ല, നമ്മളിപ്പോൾ അനലിറ്റിക്കൽ എസ്സേ ആണ് എഴുതുന്നതെങ്കിലും നമുക്കറിയാം പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ഞാൻ ഒറ്റ പെർസ്പെക്റ്റീവ്, ഇപ്പോൾ ഓതറിൻ്റെ പെർസ്പെക്റ്റീവിൽ എഴുതുന്നത്, പ്രൈസിക്കാണ് ഓതറിൻ്റെ പെർസ്പെക്റ്റീവിൽ എഴുതുന്നത്. പക്ഷേ എസ്സേ വരുമ്പോൾ നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവിലല്ലേ, നമ്മളൊരു ഐഡിയ കൊണ്ടുപോയി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കണം, ഞാൻ മള്ളോവർ ചെയ്യാത്ത അല്ലേ, തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത്, കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന പറയാൻ കാരണം വെച്ചാൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പല പെർസ്പെക്റ്റീവ് കിട്ടും. ഇപ്പം സോഷ്യൽ മീഡിയയെ പറ്റി പറയുമ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയുടെ പല കാര്യങ്ങൾ ചിന്തിക്കാം. പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടാവും, നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടാവും, അതിനെപ്പറ്റി പല പെർസ്പെക്റ്റീവ് ഉണ്ടാവും. പക്ഷേ ഒട്ടും സെൻസിറ്റീവ്, ഇപ്പോൾ റിലിജനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി വളരെ സെൻസിറ്റീവായ ഇഷ്യൂസ് ആണ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആൻഡ് റിലിജൻ, അതൊക്കെ നമ്മൾ തൊടുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, തൊട്ടാൽ പൊള്ളുന്ന ഇഷ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വായിക്കുന്ന ആൾ ചിലപ്പം, അതായത് നിങ്ങൾ എഴുതിയിട്ട് എസ്സേ വായിക്കുന്ന ആൾ ചിലപ്പോൾ എന്താവും, പൊളിറ്റിക്കലി വേറൊരു ചിന്താഗതിയുള്ള ആളാണെങ്കിൽ
അല്ലെങ്കിൽ റിലിജിയനെ പറ്റിയൊക്കെയാണെങ്കിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഡിപ്ലോമാറ്റിക് അപ്രോച്ചിലായിരിക്കണം. അവിടെയും ഇവിടെയും പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ, അല്ലേ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കുന്നത്, എസ്സെ എഴുതി കൺക്ലൂഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ച്, ഇതൊക്കെ ഞാൻ പറയുന്നത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം. നമ്മൾ ഓരോന്നായിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതും നമ്മൾ ബോഡി ചെയ്യുന്നതും അതുപോലെ തന്നെ കൺക്ലൂഷൻ ചെയ്യുന്നതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അത് നമുക്കൊരു ഐഡിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓരോ എസ്സേ പറഞ്ഞു തന്നിട്ട് നമുക്ക് ടോപ്പിക്കുകളെ പറ്റി റിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പം മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് കൊണ്ടുപോകണം, ഡിപ്ലോമാറ്റിക് ആയിട്ട് അവിടെ ഇവിടെയും പ്രശ്നമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകണം. പിന്നെ ഗ്യാസ് അടിച്ച് വെക്കാൻ പറ്റില്ല. ഇറ്റ് മസ്റ്റ് ബി റിച്ച് ഇൻ കണ്ടന്റ്. കണ്ടന്റ് റിച്ച് ആയിരിക്കണം. ഞാൻ പറയുന്നത് കണ്ടന്റിന് ഇവാലുവേറ്റ് ചെയ്യുന്നതൊന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് മതി. ആ ഒരു പോയിന്റ് വൃത്തിയായിട്ട് എഴുതാൻ പറ്റണം. അല്ലാതെ പോയിന്റ് ഇല്ലാതെ വെറുതെ ഒരു കാര്യമില്ലാതെ എന്തൊക്കെയോ വലിച്ചു വാരി ജനറലായിട്ട് ഒരു ജനറലൈസേഷനിൽ ഇങ്ങനെ വലിച്ചു വാരി എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ, അത് പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം. സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് അതിന് ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ ആ മാനറിൽ കൊണ്ടുപോകണം. പാരഗ്രാഫ് തിരിച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു പാരഗ്രാഫ് അടുത്ത പാരഗ്രാഫ് കൊണ്ടുമ്പോൾ ഒരു ലൈൻ ഒമിറ്റ് ചെയ്യുക, ഒരു ലൈൻ വിട്ടിട്ടേ എഴുതാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് മാസ്റ്റർ ഓഫ് കണ്ടന്റ്, സ്ട്രക്ചർ, സ്റ്റൈൽ. എല്ലാവർക്കും അവരുടെ ഇൻഡിവിജ്വൽ സ്റ്റൈൽ ഉണ്ടാവും. ഒരിക്കലും നമ്മൾ നിങ്ങളുടെയൊക്കെ അടുത്ത് ഗൈഡ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ഒരിക്കലും കോപ്പി ചെയ്തിട്ടോ, അഡാപ്റ്റ് യുവർ ഓൺ സ്റ്റൈൽ. എന്ത് ചെയ്യണം? അഡാപ്റ്റ് സ്റ്റൈൽ സ്വന്തമായിട്ട് അഡാപ്റ്റ് ചെയ്യാം. വേറൊരാളുടെ സ്റ്റൈൽ, ഇപ്പോൾ എഴുതുന്ന ആളുടെ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് വേണ്ട. അത് ആ സ്റ്റൈലല്ല വേണ്ടേ. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യണം. കണ്ടന്റ് നമുക്ക് എല്ലാവർക്കും, അല്ലേ, ഇപ്പം നമ്മൾ ഗ്രീൻ റെവല്യൂഷനെ പറ്റിയുള്ള കാര്യം എനിക്കും നിനക്ക് പറയുന്ന ഒരേ സാധനമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരാളുടെ നോളജ് കുറച്ചെടുക്കുന്ന റിസർച്ചിനനുസരിച്ചിരിക്കും. ഏറെക്കുറെ മോറൽ സെയിം ആയിരിക്കും. അപ്പോൾ കണ്ടന്റും സ്ട്രക്ചറും ഒരേ സാധനമാണ്. അതിനൊക്കെ നമുക്ക് സ്റ്റൈലിനും കണ്ടന്റിനും സ്ട്രക്ചറിനും സെപ്പറേറ്റ് മാർക്കുണ്ട്. അപ്പോൾ കണ്ടന്റ് കറക്റ്റ് ആണോ നോക്കും, വാല്യൂറ്റ് ചെയ്യും. സ്ട്രക്ചർ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു സ്ട്രക്ചർ ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് പാരഗ്രാഫ് തിരിച്ച് എഴുതിയിട്ട് കൺക്ലൂഷനോട് എൻ്റെ ചെയ്ത് നിൽക്കുക. സ്റ്റൈൽ നമ്മുടെ ഓൺ സ്റ്റൈലാണ്. വായിക്കുന്ന ആളെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കാണുമ്പോൾ വായിക്കുമ്പോൾ തന്നെ ഒരാൾക്കൊരു ഐഡിയ കിട്ടും. ഇവന് ആൾതാമസം തലയിലുള്ള ആളാണ് എന്ന് ഐഡിയ കിട്ടും. ഇനിയിപ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് അടിച്ച് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വായിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഒന്ന് കൺക്ലൂഷനോട് നോക്കിയേക്കാം, അവസാനം ഇതിന് വേണ്ടിയിട്ട് കൺക്ലൂഷൻ നോക്കിയേക്കാം എന്ന ലെവലിൽ നോക്കുന്ന അവസ്ഥയും വരും. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റൈൽ എപ്പോഴും നിങ്ങളുടേതായ ഒരു ഇൻഡിവിജ്വൽ സ്റ്റൈലായിരിക്കണം. അത് ഇൻഡിവിജ്വൽ ആണ് കേട്ടോ. അത് ഭയങ്കര സബ്ജക്റ്റീവാണ്. എൻ്റെ സ്റ്റൈലായിരിക്കില്ല, നിങ്ങൾ ഓരോരുത്തരുടെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ തന്നെ ഒന്ന് മാസ്റ്റർ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പല ഐഡിയാസ്, നമ്മൾ ഒരുപാട് 10-15 പോയിന്റുകളൊക്കെ ഉണ്ടായിരിക്കും. ആ എല്ലാത്തിനും നിങ്ങൾ വലിച്ചു വരെ എഴുതാനൊന്നും നിൽക്കരുത്. നിനക്ക് അറിയാവുന്ന 4-5 പോയിന്റുകൾ മാത്രം ലോജിക്കലായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ആ 4-5 പോയിന്റ് മാത്രമാണ് നമ്മൾ, അല്ലേ, 4-5 വേണ്ട, 3-4, അല്ലേ, ഞാൻ പറയണേ നമുക്കുള്ള ഇതിലെ 3-4 പോയിന്റ്സ് മാത്രം മതി. 3 or 4 പോയിന്റ്സ് മതി. ആ 3 or 4 പോയിന്റ്സിനെ ലോജിക്കൽ ഗ്രൂപ്പിംഗ് ആക്കുക. ഈച്ച് പാരഗ്രാഫിൽ സിംഗിൾ പോയിന്റ് വെച്ചിട്ട്, ഓരോ പാരഗ്രാഫിലും ഓരോ പോയിന്റ് സിംഗിൾ ഇത് വെച്ചിട്ട് വരാം. ആൻഡ് എപ്പോഴും ഇൻസ്റ്റൻസസ് കൊടുക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോൾ എന്തൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, പോയിന്റ് പറയുന്നുണ്ട്, ആ പോയിന്റിനെ പറ്റിയുള്ള ഡേറ്റയോ, അതായത് എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് കൊടുക്കാം, പ്രൂഫ് എന്തെങ്കിലും ഇൻസ്റ്റൻസസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻസസ് കൊടുക്കാം. നമുക്കതിന് തെളിവ് എന്തായാലും കൊടുത്തിരിക്കണം. അതുപോലെ കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സജഷൻസ് കൂടെ ലീവ് ചെയ്തിട്ടാണ് പോരുക. ഇത്രയും കാര്യങ്ങളാണ് എസ്സേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞു വിടുന്ന കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇത് പറഞ്ഞു വിടുന്നതാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇത് ഞാൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള എസ്സേ എഴുതുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എസ്സേ നമ്മളൊരെണ്ണം എഴുതി തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വേണ്ട കാര്യങ്ങളാണ്. ഇത് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ കേട്ടോ എന്ന് പറയാം. അത് തന്നെ പറയാം. അല്ലാതെ നമുക്കതിനെ ഇതാക്കാൻ പറ്റും. പിന്നെ വേർഡ്സ് ഉണ്ട്. നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ബോഡിയിലോട്ട് വരുമ്പോൾ ഇന്ന വേർഡ്സ് ഒക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതുപോലെ തന്നെ വൊക്കാബുലറി ആൻഡ് കൺജങ്ഷൻസിൻ്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ നമുക്ക് വരുന്ന കൂടുതലായിട്ട് വൊക്കാബുലറി ആൻഡ് കൺജങ്ഷൻസ് ഒക്കെ ഉപയോഗങ്ങൾ വരുന്നത് നമ്മുടെ ഇതിലോട്ടാണ്, നമ്മുടെ എൻ്റെ എന്താണ് ബോഡിയിലോട്ട് വരുമ്പോൾ. ബോഡി ആൻഡ് കൺക്ലൂഷൻ നമുക്ക് അടുത്ത് തോന്നുന്നത്. ഇൻട്രൊഡക്ഷൻ നമുക്കിപ്പോൾ നോക്കിയാൽ മതി. അത്രയുള്ള സമയം നമുക്കിപ്പോൾ ഉള്ളൂ ഇന്ന് എന്തായാലും. അപ്പോൾ ഞാനെപ്പോഴും ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ വരുമ്പോൾ എനിക്ക് മുമ്പിലൊരു ആർഗ്യുമെൻറ്റ്, എൻ്റെ മുമ്പിലൊരു ക്ലെയിം ഉണ്ടാവും, എൻ്റെ മുമ്പിലൊരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മുന്നോട്ട് വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എങ്ങനെയാണ് ആ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുമ്പോട്ട് പോകും? ഇൻട്രൊഡക്ഷൻ തന്നെ നമ്മൾ നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, മുന്നോട്ട് വെക്കും. ഞാൻ എന്തിലാണ് നിലയുറച്ച് നിൽക്കുന്നത് എന്ന് നമ്മൾ മുന്നോട്ട് വെക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഞാൻ എന്താണ് ഈ എസ്സേയിൽ എഴുതാനുള്ളത്,
എന്നുള്ള രീതിയിൽ അതിൽ കൊടുക്കുന്നു. ആൻഡ് ഇത് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയോ, ആ ഇതിനെ പോയിന്റിനെ പറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഇൻട്രൊഡക്ഷൻ എൻഡിങ്ങിലാണ് നമ്മളെപ്പോഴും നമ്മുടെ ആർഗ്യുമെൻറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യത്തോട് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വേർഡ് ലിമിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഇതുവരെ നമ്മൾ 250 വേർഡ്സിൻ്റെ വേർഡ് ലിമിറ്റ് ആയിരുന്നു നമ്മൾ എസ്സേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി അത് മാറി 150 വേർഡ്സിലോട്ടായി. 2 എസ്സേ ഉള്ളതുകൊണ്ട് 150 വേർഡ്സിന് 2 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് 150 വേർഡ്സ്, അത് നമുക്ക് 150 വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു 140 120 നിന്നാൽ ഒരു കുഴപ്പമില്ല. കൂടിപ്പോണ്ട, കൂടിപ്പോയ സമയം നമുക്ക് പോകും. അതുകൊണ്ട് കൂട്ടിക്കളയരുത്. നമ്മൾ പരമാവധി അതിനെ കുറച്ച് ഒരു 130 120 ഉള്ളിലൊക്കെ നിർത്തിയാൽ ഒരു കുഴപ്പമില്ല, അതൊക്കെ കറക്റ്റാണ്. ഇൻട്രൊഡക്ഷൻ നല്ല വൃത്തിയായിട്ട് എഴുതണം പറഞ്ഞല്ലോ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്ത് കൊടുക്കണം എന്നറിയാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് വരാം. ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നമ്മൾ എന്താണോ, എനിക്കൊരു ക്ലെയിം ഉണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു തീസിസ് ഉണ്ട്, ഇതാണ് ഈ ഒരു പോയിന്റ്, അതാണ് നമ്മുടെ ആ പോയിന്റിന്റെ നമ്മുടെ ഒരു കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കും. എപ്പോഴാണ്? എൻഡ് ഓഫ് ഇൻട്രൊഡക്ഷനിൽ, ടുവേർഡ്സ് എൻഡ് ഓഫ് ഇൻട്രോയുടെ എൻഡിൽ കൊടുക്കുന്നതാണ്, അത് കൊടുക്കും. അപ്പം അതിൽ പിടിച്ചായിരിക്കും പിന്നെ ഓരോ പോയിന്റുകൾ വരുന്നത്. ഇത് നമ്മൾ ആ തീസിസ് സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബോഡിയിലോട്ട് വരുമ്പോൾ ആ ബോഡിയിലോട്ട് പിന്നെ വരുന്ന എന്തായിരിക്കും? മറ്റ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം, ഈ തീസിസ് സ്റ്റേറ്റ്മെന്റിനോട് റിലേറ്റ് ചെയ്ത 4 പോയിന്റുകളായിരിക്കും. പിന്നെ ഇൻട്രൊഡക്ഷൻ എപ്പോൾ കിട്ടിയാലും അത് നമ്മൾ എന്ത് ചെയ്യണം? പാരഫ്രൈസ് ചെയ്യണം. പാരഫ്രൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ഒരു ലൈൻ സെൻറ്റൻസ് ആയിരിക്കും, സെൻറ്റൻസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചാടിക്കരിപ്പോൾ ഞാൻ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസിലോട്ട് കാണിച്ചു തരാവേ. അത് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. ആ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് തന്നെയാണ്, നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദ എഫക്റ്റ് ഓഫ് പാൻഡമിക് ഓൺ ദ ജുഡീഷ്യൽ പ്രോസസ്. ജുഡീഷ്യൽ പ്രോസസ് ഹാസ് ബീൻ എഫക്റ്റഡ് ബൈ ദ പാൻഡമിക് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ സെയിം വാക്കായി. ജുഡീഷ്യൽ പ്രോസസ് എഫക്റ്റ് ചെയ്തത് എങ്ങനെ എന്നുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്ന് റീറൈറ്റ് ചെയ്യാം ഇൻ യുവർ ഓൺ വേർഡ്സ്. ക്വസ്റ്റ്യൻ അതുപോലെ കോപ്പി പേസ്റ്റും ചെയ്ത് വെക്കരുതേ, അത് ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മളെ സംബന്ധിച്ച്, ഈ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, നീ ഇപ്പം ഈ പറയുന്ന കാര്യത്തിനെ എങ്ങനെയാണോ ഇത് ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റാണ്, പ്രസൻറ്റ് ചെയ്യുന്നതുള്ളത്. അപ്പം നീ ഇവിടെ ചുമ്മാ അതേ സെൻറ്റൻസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മടിയനാണെന്നുള്ള ഇത് ആദ്യമേ അവർക്ക് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം? റീറൈറ്റ്, ആ കൊടുത്തേക്കുന്ന സെൻറ്റൻസിനെ റീറൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അതിനാണ് നമ്മൾ പാരഫ്രൈസ് ചെയ്യുന്നത് പറയുന്നത്. സെൻറ്റൻസ് എപ്പോഴും പാരഫ്രൈസ് ചെയ്ത് വെക്കും. നമ്മൾ ചുമ്മാ നോർമൽ കേസിൽ നമ്മൾ എഴുതുന്ന ഒരു കാര്യമുണ്ട്, ദർ ആർ ലോട്ട്സ് ഓഫ് എഫക്ട്സ് ഓഫ് പാൻഡമിക് ഓൺ ജുഡീഷ്യൽ പ്രോസസ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് വളരെ ക്ലീശ സാധനമാണ്. ആ സാധനം കൊടുക്കുന്നതിന് പകരം അത് പാരഫ്രൈസ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് അഡാപ്റ്റഡ് ആക്കി, കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റഡ് വേർഷനായിട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെയാണ് പാരഫ്രൈസ് ചെയ്യുക ഇൻട്രൊഡക്ഷനിൽ. പിന്നെ ബോഡിയിലോട്ട് വരുമ്പോഴാണ് സ്ട്രോങ് എക്സാമ്പിൾസ് ആയിരിക്കണം. കൺക്ലൂഷനിൽ സജഷൻസ് ഉണ്ടാവണം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷനിലോട്ട് വരികയാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ എസ്സേ ആണ്. അതായത് ഇറ്റ് ഹാസ് എൻ ഇമ്പാക്റ്റ് ഓൺ റീഡർ. അതൊരു ഹുക്കാണ് ശരിക്കും. നിങ്ങളൊരു ഹുക്കിടാണ്, ഇറ്റ് ഹാസ് എൻ ഇമ്പാക്റ്റ് ഓൺ ദി റീഡർ, വായിക്കുന്ന ആൾ. അതായത് നിങ്ങളൊരു കോമ്പറ്റീവ് എക്സാമിലായതുകൊണ്ട് ഇവാലുവേറ്ററിന് അത് പിടിക്കണം, ഇവാലുവേറ്റർ പിടിച്ചു നിർത്താൻ മാത്രം കെൽപ്പുള്ളതായിരിക്കണം നിങ്ങളുടെ എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് വേർ യു ഓപ്പൺ യുവർ തോട്ട്സ്, അല്ലേ? എൻ്റെ തോട്ട്സിനെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്, വിശാലമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇൻട്രൊഡക്ഷനിലൂടെ. സോ ഇറ്റ് മസ്റ്റ് ബി ക്യാച്ച് ആൻഡ് അട്രാക്റ്റീവ്, അത് ഓർത്ത് വെച്ചോളൂ. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, റീഡറിനൊരു ഹുക്ക് ഇട്ട് കൊടുക്കുക, അല്ലേ? അപ്പം നമുക്ക് അത് വായിച്ച് ഇനി എന്താ ഇവൻ പറയുന്നത്, അടുത്ത പോയിന്റ് അപ്പം എന്തായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി എലമെൻറ്റ് ഇതാക്കും. അപ്പോഴാണ് എന്ത് ചെയ്യുക, അതിൽ റീഡബിലിറ്റി, അല്ലേ? അത് ഹുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൽ റീഡബിലിറ്റി എലമെൻറ്റ് വരിക. അപ്പം അയാൾക്ക് മനസ്സിലാവും, ഓക്കെ അങ്ങനെയാണ് ഞാൻ ഇത് വായിക്കണം, ഇറ്റ് മസ്റ്റ് ബി റീഡബിൾ, അത് റീഡബിൾ ആണ് എന്നൊരു എലമെൻറ്റിലോട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ കാണുമ്പോൾ. പിന്നെ വളരെ ക്ലിയർ ആൻഡ് കൺസൈസ് ആയിരിക്കണം, ക്യാച്ച് സെൻറ്റൻസ് ആയിരിക്കണം, എന്നാലേ അവർക്ക് വായിക്കാൻ തോന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അല്ല ചുമ്മാ വളരെ ക്ലീഷ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് അല്ലെങ്കിൽ സെൻറ്റൻസുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാവും ഇത് എവിടെന്നോ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവൻ വെച്ചേക്കുന്ന, മനസ്സിലെവിടെയോ കാണാപ്പാടം പഠിച്ച് വെച്ചേക്കുന്നതെന്ന് പോയി. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചെന്ന് കുറച്ച് സെൻറ്റൻസ് നമ്മൾ അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതിയും ഛർദ്ദിച്ചും കിട്ടും അതിലോട്ട്, അത് ഇടാൻ പാടില്ല കേട്ടോ. ദാറ്റ്സ് വെരി വെരി റോങ് വേ ടു റൈറ്റ് എൻ എസ്സേ. പിന്നെ ഗിവ് ദ സെൻസ് ഓഫ് ദ ടോപ്പിക് ആൻഡ് എക്സ്പ്രസ് വൈ ഇറ്റ്സ് വൈറ്റൽ. ഞാൻ പറഞ്ഞല്ലോ,
ഈ ടോപ്പിക് എന്താണെന്ന് ഒരു ഐഡിയ നമ്മൾ ഇതിലൂടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ കൊടുക്കണം കേട്ടോ. സെൻസ് ഓഫ് ദി ടോപ്പിക് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് അതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, ഈ ടോപ്പിക് എന്താണെന്നും ആ ടോപ്പിക് എന്തുകൊണ്ടാണ് ഇറ്റ്സ് വർത്ത് ഡിസ്കസിങ്, എന്ത് മാത്രം ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇറ്റ് ഈസ് വർത്ത് ഡിസ്കസിങ്, അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ എന്ന് നമ്മൾ എടുത്ത് പറയണമെങ്കിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഇതിന് വേണം അല്ലേ. ആ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വായിക്കുന്ന ആളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അതായത് നമ്മുടെ ആളെ കൺവിൻസ് ചെയ്യാൻ മാത്രം ഒരു എലിമെന്റ് നമുക്ക് ഉണ്ടായിരിക്കണം, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാ അത് ക്രിയേറ്റ് ചെയ്യുക? ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, ഇതൊക്കെ തിയററ്റിക്കൽ കാര്യങ്ങളാണ്. എങ്ങനെയാ അത് പ്രാക്ടിക്കലോട്ടും പ്രാക്ടിക്കൽ വേയിലോട്ട് കൊണ്ടുപോകാം നമുക്ക്. പാരഫ്രൈസിങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാം. നമുക്കൊരു ക്വസ്റ്റ്യൻ തരുവാണ്, ഇത് ഞാൻ ജസ്റ്റ് ഒരു റാൻഡം ക്വസ്റ്റ്യൻ എടുത്താണ്. ഡൗറി സിസ്റ്റം കണ്ടിന്യൂസ് ടു ബി അക്കേഴ്സ് ടു ഇന്ത്യൻ സൊസൈറ്റി. ഞാൻ ഡൗറി സിസ്റ്റം പറയാൻ കാരണം വെച്ചാൽ ട്രയൽ ബൈ മീഡിയ വന്നത് എപ്പോഴാണെന്നറിയോ? കഴിഞ്ഞ ഞാൻ പറഞ്ഞോ ദിലീപിൻ്റെ ഒക്കെ കേസ് നടക്കുന്ന സമയത്താണ്. ഇപ്പം ഒരുപാട് മരണം അല്ലേ, സ്ത്രീധന മരണം ഒരുപാട് നടന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടർമാർ പലരും അല്ലെ, 2-3 ഡോക്ടർമാരുടെ കാര്യത്തിൽ കേട്ടു. അങ്ങനെ സ്ത്രീധന പ്രശ്നമായിട്ട് ഒരുപാട് പേര്, എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി ജീവിച്ചിട്ട് പോലും ഇപ്പോഴും ഇന്ത്യൻ സൊസൈറ്റിയിൽ ഡൗറി സിസ്റ്റം എന്ന് പറഞ്ഞ വലിയൊരു എന്താ പറയുക ഏജ് ഓൾഡ് ട്രഡീഷൻ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നാൽ, ഡൗറി സിസ്റ്റം കണ്ടിന്യൂസ് ടു ബി അക്കേഴ്സ് ടു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പാരഫ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അല്ലേ. കിട്ടുന്ന ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പാരഫ്രൈസ്. എനിക്ക് അതുപോലെ തന്നെ എഴുതാൻ പറ്റില്ല. ഡൗറി സിസ്റ്റം കണ്ടിന്യൂസ് ടു ബി ഇതാണ് എന്താ പറയുക, ഒരു കേഴ്സ് ടു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ദ സിനോണിംസ്. പാരഫ്രൈസ് ചെയ്യുമ്പോൾ വേർഡ്സ് ഓൺ യുവർ ഓൺ വേർഡ് എഴുതാൻ പറഞ്ഞില്ലേ. ഡൗറി സിസ്റ്റം എന്ന ടോപ്പിക്കിനെ മാറ്റാൻ പറ്റില്ല. ഡൗറി സിസ്റ്റം ഈസ് ഡൗറി സിസ്റ്റം, അതിന് ഞാൻ മാറ്റുന്നില്ല, അതുപോലെ തന്നെ എടുക്കുകയാണ്. കണ്ടിന്യൂസ് ടു ബിക്ക് ഞാൻ എന്ത് ചെയ്യാം? കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ, കണ്ടിന്യൂവിന് വേറെ വേർഡ് നമ്മൾ കണ്ടുപിടിക്കാം. കേഴ്സിന് ഇമ്പോർട്ടൻറ്റ് വേർഡുകൾ നോക്കാം കേട്ടോ. ടു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നുള്ള ഇന്ത്യ ഇൻ ആ കൺട്രി, സൊസൈറ്റി എന്നുള്ള വാക്ക് മാറ്റി കൺട്രി, നേഷൻ, അങ്ങനെ പല വാക്കുകളുണ്ടല്ലോ, മാറ്റാം. അപ്പോൾ സിനോണിംസ് നോക്കി എങ്ങനെ കൊടുക്കാം? അപ്പോൾ കണ്ടിന്യൂവിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? റിമെയിൻ, സ്റ്റേസ്, ലാസ്റ്റ്, പെർസിസ്റ്റ് അല്ലേ, ഔട്ട്ലാസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ കേഴ്സിന് പോലെ തന്നെ കൊടുക്കാം ബെയിൻ, അതൊരു ശാപമാണ് അല്ലേ, അല്ലെങ്കിൽ ത്രെറ്റ് ആണ്. ഇതൊക്കെ ഇതിൻ്റെ ഡിസ്റ്റൻസ് സിനോണിംസ് ആണ് കേട്ടോ. ഡിസ്റ്റൻസ് സിനോണിംസ് ആണ്. കേഴ്സ് എന്ന് പറഞ്ഞ ശാപമാണ്, ത്രെറ്റ് അല്ലെ, ഒരു ഭീഷണിയാണ്, ചലഞ്ചാണ്, ഈവിളാണ്, നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഈവിളാണ് ഈ പറഞ്ഞ ഡൗറി സിസ്റ്റം എന്ന് വേണം നിങ്ങൾക്ക് കൊടുക്കാം അല്ലേ, അങ്ങനെ കൊടുക്കാം. സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സമൂഹം എന്ന അർത്ഥത്തിലാണ്. കമ്മ്യൂണിറ്റി, നേഷൻ, ഡെമോക്രസി, കൺട്രി ഒക്കെ പറഞ്ഞു കൊടുക്കാം അല്ലേ. നമുക്ക് ഏത് ലെവലിൽ വേണം അതിന് കൊടുക്കാം. അപ്പം എങ്ങനെ ഇതിനെ എഴുതാം? വളരെ സിമ്പിളായിട്ട് പറയണം എങ്ങനെ കൊടുക്കാം. India as a democracy faces a major threat of dowry system, which is an age old tradition എന്ന് പറയാം, അല്ലെങ്കിൽ which is as old as the institution of marriage. ഇവിടെ നമ്മളൊരു കോംപ്ലക്സ് സെൻറ്റൻസാണ് കൊടുത്തേക്കുന്നത്. ഈ കോംപ്ലക്സ് സെൻറ്റൻസ് കൊടുത്തപ്പോൾ തന്നെ എന്താ ഇവിടെ ഈ സെൻറ്റൻസിൽ എന്ത് തോന്നുന്നു? 2 പോയിന്റ് ഒറ്റയടിക്ക് ഇവിടെ കൊടുത്തു. ഒറ്റ സെൻറ്റൻസിൽ ഞാൻ 2 പോയിന്റ് കൊടുത്തു. ഇന്ത്യ എന്ന ഡെമോക്രസിൻ്റെ ഫേസ് ചെയ്യുന്ന വലിയൊരു ത്രെറ്റാണ് ഡൗറി സിസ്റ്റം എന്ന് പറയുന്ന സാധനം. ഈ ഡൗറി സിസ്റ്റം മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര ഓൾഡാണോ അന്ന് മുതലല്ലേ, കല്യാണം എന്ന് പറയുന്ന സംഗതി അല്ലെ വിവാഹം എന്ന സംഗതി തുടങ്ങിയപ്പോൾ മുതലേ തുടങ്ങിയ ഒരു സംഗതിയാണ് ഡൗറി സിസ്റ്റം. അത് ഇന്നും ഉണ്ടല്ലേ, ഇന്ന് നിലനിൽക്കുന്നു, ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇന്ത്യ ഇസ് ഫേസിങ് എന്ന് കൊടുക്കാം. ഇന്ത്യ ഫേസസ്, അല്ലെങ്കിൽ ഇന്ത്യ ഡെമോക്രസി ഇസ് ഫേസിങ് എ മേജർ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയും കൊടുക്കാം. അപ്പം എന്തായി, നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നിരിക്കുന്ന ആ ഒരു സാധനത്തിന് നമ്മൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാരഫ്രേസ് ചെയ്ത് ഇൻട്രൊഡക്ടറി സെഷൻ കൊടുക്കാം. അപ്പോൾ ആലോചിക്കുമ്പോൾ എന്ത് പറയും? ഇന്ത്യ ഡെമോക്രസി സ്പെല്ലിങ് മാറ്റിപ്പോലെ, എഴുതിയപ്പോൾ മാറിപ്പോയി. ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോണേ, നമ്മൾ എഴുതുമ്പോഴും നിങ്ങൾ എഴുതുമ്പോഴും കേട്ടോ. എക്സാമിന് ഇങ്ങനെ ഒരു പരിപാടി വരും. നമ്മൾ എഴുതുമ്പോഴേ
പിന്നെ എഴുതി വെക്കുമ്പോൾ ചിലപ്പം അതൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവുള്ളൂ. പിന്നെ അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റിലോട്ട് വരാം. അപ്പോൾ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാരേജ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് മാരേജിനെ പറ്റി ഡിസ്കഷൻ അവിടെ വരുമെന്നും, അതുപോലെ തന്നെ ഡെമോക്രസിയിൽ ഇത് വലിയൊരു പ്രശ്നമാണ്. ഡെമോക്രസി ആയിരിക്കുന്ന ഇന്ത്യയിൽ, ജനാധിപത്യ സമൂഹത്തിൽ ഇതൊരു വലിയൊരു എന്താ പറയുക, ഒരു ഫ്യൂഡലിസ്റ്റിക് ചിന്താഗതിയുള്ള ഡവറി സിസ്റ്റം വന്നു എന്നുള്ളത് വരുമ്പോൾ നമുക്ക് 3 പോയിന്റ്സ് ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഡവറി സിസ്റ്റം എന്ന് പറയുന്നതിന് ഫിനാൻഷ്യൽ എലമെന്റിനേക്കാളും കവിഞ്ഞ് വേറെ കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ഇടയ്ക്ക് നടക്കുന്ന ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് ചെയ്ത് ഇതിൽ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് സെന്റൻസ് മാത്രം ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം ഞാൻ പാരഫ്രൈസ് ചെയ്യാൻ പറഞ്ഞു. പാരഫ്രൈസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഫസ്റ്റ് സെന്റൻസിന്റെ സ്റ്റേറ്റ്മെന്റിനാണ് കേട്ടോ, അല്ലാതെ വേറെ പിന്നെ ഇൻട്രൊഡക്ഷനിലെ ബാക്കി സെന്റൻസ് പിന്നെ നമുക്ക് അതിനോട് ചേർന്ന് കൊടുക്കാം. ആൻഡ് വാട്ട് ഈസ് യുവർ തീസിസ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ നമുക്ക് എൻഡ് ചെയ്യാം. അത് നമ്മൾ കൊടുക്കുന്നത് ഇതാണ്. നമ്മൾ ഒരു ബേസിക്കലി ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കേണ്ട രീതികൾ ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ബോഡി എന്ന് പറയുന്നത്. എത്രമാത്രം ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ബോഡിയിലോട്ട് വരണം, അതിൻ്റെ എസെൻസിലോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഞാൻ ഇനി കാണിച്ചു തരാം. ഇത് ഞാനിപ്പം ഗ്രാമർ സ്ട്രക്ചേഴ്സിൽ മാറ്റും. ഇപ്പോൾ സിനണിംസ് മാത്രമല്ല, സിനണിമിൻ്റെ കളികൾ മാത്രമല്ല പാരഫ്രൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഗ്രാമർ സ്ട്രക്ചേഴ്സിലും എന്ത് ചെയ്യാം. ഞാൻ ഒരു മെത്തേഡാണ് പറഞ്ഞത്, സിനണിംസ് എന്ന് പറയുന്ന മെത്തേഡ്. ദാറ്റ്സ് വൺ വേ ടു പുട്ട് ഇറ്റ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് നമുക്ക് ഗ്രാമർ സ്ട്രക്ചേഴ്സിനെ മാറ്റാമെന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഡവറി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇതാണ് എന്നുള്ള രീതിയിൽ ഞാൻ വെർബ് ഉപയോഗിച്ചെടുത്തിന് അതിനെ നൗണാക്കി വേണം മാറ്റാം, ചിലതിനെ അഡ്ജക്റ്റീവ് ആക്കി മാറ്റാം, അങ്ങനെ എനിക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഡവറി സിസ്റ്റത്തെ പറ്റി പറയുകയാണെന്ന് ചോദിച്ചോ, അതുപോലെ തന്നെ നമുക്ക് ഡവറി സിസ്റ്റത്തെ വെച്ച് എഴുതാം. Dowry system is a lasting evil. That affects the life of a majority in Indian scenario. ഞാൻ അത് ലാസ്റ്റ് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു, അതിനൊക്കെ പകരം ഞാൻ എന്ത് ചെയ്തു, ആ ലാസ്റ്റ് ഇപ്പോൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഒരു സിനണിമാണ് ലാസ്റ്റിങ്. ഞാനത് ലാസ്റ്റ് ചെയ്യാം. അതിന് ഞാൻ പക്ഷേ അതൊരു അഡ്ജക്റ്റീവായിട്ട് കൊടുത്തു. ലാസ്റ്റ് ചെയ്യുന്നൊരു ഈവിളാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ചാലഞ്ചാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണം കൊടുക്കാം. ത്രെറ്റ്, ചാലഞ്ച്, ഈവിൾ എന്തുകൊണ്ടും കൊടുക്കാം. ഗ്രാമർ സ്ട്രക്ചേഴ്സ് മാറ്റി, വെർബായിരിക്കുന്ന സാധനത്തിനെ മാറ്റി അതിനെ അഡ്ജക്റ്റീവ് ഫോമിലോട്ട് മാറ്റാം, വെർബിനെ നൗൺ ഫോമിലോട്ട് മാറ്റാം, ഒക്കെ നമുക്ക് കൊടുക്കാം. ഒരു പ്രോബ്ലം ഇല്ല. ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആവുന്നത് ആ രീതിയിലോട്ട് കൊടുക്കാം. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഗ്രാമർ മിസ്റ്റേക്സ് വരുത്താതെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ ഏതോ കൊടുക്കാൻ പറ്റുമോ, ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊന്ന് ക്യാച്ച് ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഉണ്ടോ അത് നിങ്ങൾക്ക് കൊടുക്കാം. അതൊക്കെ ഇറ്റ്സ് അപ് ടു യു ആണ്. മനസ്സിലായോ? ഇനി ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളാണ്. ഇനി നിങ്ങളിത് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇൻട്രൊഡക്ഷനിൽ ഒരു ക്യാച്ച് ആയിട്ട് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ടിങ് നമുക്ക് എന്ത് കൊടുക്കാം, ഇങ്ങനെ ഒരെണ്ണം കൊടുത്താലോ എന്ന് നോക്കാം. ഇത് തീർന്നിട്ടില്ല, ഇൻട്രൊഡക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏറെക്കുറെ സമയം അതുകൊണ്ട് അടുത്തുള്ള തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ തുടങ്ങാത്തത്. ഇത് ഡവറി സിസ്റ്റം എന്ന ടോപ്പിക്കിനെ നിങ്ങളൊന്ന് ചിന്തിക്കുക, അതിനെപ്പറ്റി ചിന്തിച്ച് നോക്കുക. ഇത് നല്ലൊരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ എങ്ങനെ കൊടുക്കാമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. രണ്ട് രീതിയിൽ ആലോചിക്കുക. പാരഫ്രൈസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുക. ഇൻട്രൊഡക്ഷന് പറ്റിയൊരു സെൻറ്റൻസ് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇതിൽ വരുമ്പോൾ വേറൊരു ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് അതിനെ നോക്കാം. അതുപോലെ തന്നെ ട്രയൽ ബൈ മീഡിയ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ നമുക്ക് എസ്സേ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണോ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റിനെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു പോയിന്റ് ഞാൻ പിന്നെ എടുത്തു പറയാണ്. ഒരു എസ്സേ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണല്ലോ. അപ്പം ഈ എസ്സേയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് അട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് പാരഫ്രൈസ് ചെയ്യാം. അതല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ ഈ പാരഫ്രൈസ് ചെയ്യാൻ നിർബന്ധമില്ല കേട്ടോ. പാരഫ്രൈസ് തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രോവർബിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓൾഡ് സേയിങ് ഇല്ലേ, പണ്ടപ്പോൾ ഒരു പഴഞ്ചൊല്ല്, സേയിങ്സ്,
അല്ലേ? പഴഞ്ചൊല്ലെന്ന് പറയും, സേയിങ്സ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അതിന്, നമ്മൾ പറയുന്ന പേരെന്താണ്, എന്താ പറയുക, ചില എന്താ പറയുക, എന്നെ പറയുന്ന മനസ്സിലായിരുന്നു നിങ്ങൾക്ക് പഴഞ്ചൊല്ലുകൾ മനസ്സിലായി. വേറൊരു പേര് എനിക്ക് പറയും, എൻ്റെ പേര് ഞാൻ വിട്ടുപോയി, എൻ്റെ മനസ്സിൽ കിട്ടുന്നുണ്ട്, പക്ഷെ അത് പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം സേയിങ്സ് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പറയുന്ന പോലെ അത് ഓൾറെഡി കൊടുത്തിട്ടു താഴെ. അതല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കോട്ട്സ്, ആരെങ്കിലും പറഞ്ഞ കോട്ട്സ് എടുക്കാം. ഇപ്പോൾ കറപ്ഷനെ പറ്റിയൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എഴുതുന്നൊരു കോട്ടുണ്ട്, ആസ് എ വൈസ്, ഇന്നയാൾ പറഞ്ഞെന്ന് അറിയ പേരറിയില്ലെങ്കിൽ പേരുണ്ട്, ആസ് എ വൈസ് മാൻ സെഡ്, വൺ സെഡ്, ഇയാൾ പറഞ്ഞ പോലെ പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. പവർ കറപ്റ്റ്സ്, ഇതൊരു ഒരാൾ ഒരു പറഞ്ഞ ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞൊരു ഇതാ, എനിക്ക് ആരാന്നുള്ള പേര് ഓർമ്മയില്ല. പവർ കറപ്റ്റ്സ് ആൻഡ് absolute power corrupts absolutely. Absolute power corrupts absolutely. അല്ലേ? അധികാരം ദുരുപയോഗം ചെയ്യപ്പെടും, കറപ്റ്റ് ചെയ്യപ്പെടും, അല്ലേ? എന്നാൽ അമിതമായ അധികാരമാണെങ്കിലോ അബ്സല്യൂട്ട് പവർ, അതായത് കംപ്ലീറ്റ് പവർ ആകുമ്പോൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ അതിനെ നശിപ്പിച്ചു കളയും, അല്ലേ? മൊത്തത്തിൽ നമ്മളെ എന്ത് ചെയ്തു, നശിപ്പിച്ചു കളയും, അത്രമാത്രം നാശത്തിലോട്ട് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതായത് പവർ, വിത്ത് പവർ കംസ് റെസ്പോൺസിബിലിറ്റി, അതാണ് പ്രശ്നം, അതാണ് പറയുന്നത്. പവർ ഒരു ഭയങ്കര ലഹരി പിടിപ്പിക്കുന്ന സാധനമാണ്. അപ്പം കറപ്ഷനെ പറ്റിയൊരു ടോപ്പിക് വന്നാൽ നമ്മൾ കോഡ്സ് ഒക്കെ എടുക്കാൻ, ഇങ്ങനെയുള്ള കോഡ്സുകളൊക്കെ തപ്പാൻ, നല്ല നല്ല ക്യാച്ചിയായ കോഡ്സുകൾ എപ്പോഴും നിങ്ങൾ കുറച്ച് കോഡ്സ് എപ്പോഴും തപ്പി വെച്ചോണം കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരുമെന്ന് പറഞ്ഞില്ല, ഇന്നതിനെ പറ്റി കുറച്ച് കോഡ്സ് പഠിച്ചു വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം അത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു ചോദ്യങ്ങൾ, നമുക്കൊരു എന്താ വായിക്കുന്ന ആളിലേക്ക് ഒരു ചോദ്യം കൊണ്ടുവന്ന്, അല്ലേ? അത് വളരെ ഒരു എന്താ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ആണ്. ഇത് ഭയങ്കര സ്ട്രോങ് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഒരു സ്ട്രോങ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട്, പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് വേണം നമുക്ക് എസ് എ സ്റ്റാർട്ട് ചെയ്യാം. അതും ഒരു ഗ്രേറ്റ് വേ ടു സ്റ്റാർട്ട് എൻ എസ് എ ആണ്. അപ്പം അതിൽ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ടല്ലോ, അതിൽ പെടുന്ന ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രൊഡക്ഷനിൽ ഈ പറഞ്ഞ പോലെ പാരഫ്രൈസിങ് കഴിഞ്ഞ് അടുത്ത ലെവലിലോട്ട് വരാം. അടുത്ത ലെവലിലോട്ട് എങ്ങനെ ഇൻട്രൊഡക്ഷൻ സെറ്റ് ആക്കുക എന്നുള്ളതും ബോഡി ആൻഡ് കൺക്ലൂഷനൊക്കെ അടുത്ത ഇതിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് നിർത്താം, 1 മണിക്കൂർ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹാവ് എ ഗുഡ് നൈറ്റ്. ബൈ.